അനുഗ്രഹമായിട്ട് എടുക്കുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായില്ല. നിങ്ങൾ വളരെ പവർ പാക്കായ ദൈവശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുകയാണ്. എങ്കിലും കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൈവശബ്ദം വേഗത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവദാസന്മാരുടെ വലിയൊരു നിരയുണ്ട്. പ്രത്യേകിച്ച് പ്രിയ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ അനുപാസ്റ്റർ അനിച്ചാന്, മറ്റ് ദൈവദാസന്മാർ, കോട്ടയത്തുള്ള എല്ലാ ദൈവദാസന്മാർ പറയുകയാണെങ്കിൽ ചിലരുടെ പേര് ചിലപ്പം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ത്യയെ ഹൃദയത്തിൽ ഗർഭം ധരിച്ച ഒരു ദൈവദാസനാണ് പ്രിയ അനുജേകബ് പാസ്റ്റർ. അതിൻ്റെ കൂടെ എനിക്ക് ഇന്ന് രാത്രി ഒന്ന് നിൽക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി കാണുന്നു. പ്രിയ ആൻ്റണി ചാന്, ഹരീഷാന്, സന്തോഷ് പാസ്റ്റർ, ക്ലാസനച്ചാന്, എല്ലാവരും, സിബിച്ചാന്, എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ നോക്കി എവിടം വരെ പറഞ്ഞു, ഇനി അങ്ങ് വരെ പറയേണ്ട വരും. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെ ഇടയിലൊക്കെ ഇരിപ്പുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് നിങ്ങൾ എന്നെ ഒന്ന് സഹിക്കണം. ഞാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ജനുവിനായി വിടുവിക്കപ്പെടണമെന്ന്, ജനുവിനായി നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണമെന്ന് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ശക്തമായി ഇടപെട്ട ഒരു ദൈവശബ്ദമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞ സെക്ഷനിൽ നടന്നതുപോലൊരു പവർ മെസ്സേജ് അല്ല. ഇതൊരു ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾ ആ കാര്യങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളതിനെ പ്രാപിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ ദാസൻ നിർത്തിയ ഒരു വാക്കുണ്ട്, അൺസ്റ്റോപ്പബിൾ. ആമേൻ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഓക്കെ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾക്ക് നന്ദി പറയുന്നു. ഞാനൊരു വാക്യമല്ല, ഒരു ശബ്ദം ഒന്ന് ഞാൻ പറയാം. ബൈബിളിൽ നിന്നൊന്നും എടുക്കുന്നില്ല. ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, നിങ്ങളത് കോമൺലി അത് നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും, ബാക്കിയൊന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാമോ? ഏതാച്ചാ അതിന് തക്കവണ്ണം ഓക്കെ, എന്തോ ഒരു ചെയ്യുന്നതിനൊരു പ്രതിഫലം കിട്ടുമെന്നാണ് ആ വാക്യം പറയുന്നത്, അല്ലേ? ആണേ? എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? ഓക്കെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഈ വാക്യം ഒന്ന് സൂക്ഷിച്ചു വെക്കുക. പാസ്റ്റർ വലിയ ഉണർവ് നടന്ന മീറ്റിംഗാണ്. നിങ്ങൾ ഈ വാക്യം എടുത്തത് തന്നെ തെറ്റാണ് എന്നാരോ മനസ്സിനകത്ത് കരുതുന്നു. നിങ്ങളോട് കർത്താവ് സംസാരിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവ് അയക്കുന്നിടത്ത് ഞാൻ ഇന്ന് 5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് അതിൻ്റേതായൊരു ക്ഷീണമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പ്രസംഗിക്കാതിരിക്കാനും ശ്രമിക്കാം. നിങ്ങളെനിക്ക് കൈയടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, എഴുന്നേറ്റ് നിൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഇരിക്കുന്നൊരു ഇരിപ്പുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അതേ കണക്കിന് ഈ മീറ്റിങ്ങിനകത്തൊന്ന് വചനം കേൾക്കാൻ നിങ്ങൾ റെഡിയായാൽ നിങ്ങളുടെ ലൈഫിനകത്ത് മനുഷ്യൻ്റെ കൈയല്ലാത്തൊരു വേറൊരു കൈ ഇറങ്ങി വരും. ഉറപ്പായൊരു വലിയ ചേഞ്ച് കർത്താവ് വായിക്കും. എത്ര പേര് അക്കരം ഒന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ? 1 മിനിറ്റ് അക്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞാട്ടെ. കര ഉയർത്തി ഒന്ന് പിടിച്ച് നന്ദി പറഞ്ഞ 1 മിനിറ്റ് ശബ്ദം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആ കൈകളൊന്ന് അനക്കി ഒന്ന് ചലിപ്പിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രഭാതന കണ്ണുകൾ അടച്ചൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ?
ഹോ ഷടരബലരകടരബദര പ്രബാദന ഒന്ന് മിണ്ടാമോ കർത്താവായിട്ട്? ഒന്ന് മിണ്ടാമോ? സംസാരിക്കാമോ? നോക്കിക്കൊണ്ടിരിക്കല്ലേ, ഒന്ന് മിണ്ടിയാട്ടെ. ഓ അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ചു. ആ നാമത്തിൽ, യേശുനാമത്തിൽ ഒന്ന് പറയാമോ? ആ നാമത്തിൽ, യേശുനാമത്തിൽ ഒന്ന് പറഞ്ഞു. ആ നാമത്തിൽ, യേശുനാമത്തിൽ ഒന്നുകൂടെ. ആ നാമത്തിൽ, യേശുനാമത്തിൽ ഒന്ന് പറഞ്ഞേ. ആ നാമത്തിൽ, യേശുനാമത്തിൽ. ഞങ്ങളുടെ കരുത്തിരിക്കുന്ന കാര്യം ഒന്ന് കോർത്ത് പിടിച്ച്. ആ നാമത്തിൽ, യേശുനാമത്തിൽ ഒന്ന് പാടിയ വരികൾ. ആ നാമത്തിൽ, യേശുനാമത്തിൽ ഒന്നും കൂടെ. ആ നാമത്തിൽ പാടിയ യേശുനാമത്തിൽ ഒന്നും കൂടെ. ആ നാമത്തിൽ, യേശുനാമത്തിൽ. ആ നാമത്തിൽ, യേശുനാമത്തിൽ. ആരുടെ പേര് നാമത്തിൽ? യേശുവാകട്ടെ. യേശുനാമത്തിൽ ഒന്നും പറയാ. ആ നാമത്തിൽ, യേശുനാമത്തിൽ. ആ നാമത്തിൽ, യേശുനാമത്തിൽ. അതിശയമായി അനുഗ്രഹമായി എന്നെ നടത്തും. അതിശയമായി അനുഗ്രഹമായി എന്നെ നടത്തും. ആ നാമത്തിൽ, യേശുനാമത്തിൽ. ആ നാമത്തിൽ, യേശുനാമത്തിൽ. ആ നാമത്തിൽ, യേശുനാമത്തിൽ. ആ നാമത്തിൽ. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. യേശുനാമത്തിൽ. അതിശയമാ അനുഗ്രഹമാ എന്നെ നടത്തും. അതിശയമാ അനുഗ്രഹമാ എന്നെ നടത്തും. ഒരു മിനിറ്റ്. കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞ ഞായറാഴ്ച കർത്താവ് തന്ന വരികൾ ഇപ്പം ഞാൻ പാടി. ഒന്ന് പാടിയിട്ട് പെട്ടെന്ന് ഞാൻ ആ വചനത്തിലേക്ക് പോകും. ഞാനിങ്ങനെ കണ്ട കാഴ്ച, പുതുവഴികൾ ഇങ്ങനെ ഒരുങ്ങി വരുന്നത് കാണുകയാണ്. എത്ര പേര് രാമയം പറയും? എന്ത് ഞാൻ പ്രസംഗിക്കുന്നോ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്ത് നിങ്ങൾ കേൾക്കുന്നോ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ലൈഫിനകത്ത് എനിക്കിനി ആ വാതിൽ തുറക്കത്തില്ല എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞിട്ട ഒരു കാര്യം ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് തുറന്നു തന്നു. ഇന്ന് രാവിലെ രാത്രി ഒരു ദൂത് പറയാം. ചില വാതിലുകൾ കർത്താവ് തുറക്കും. എത്ര പേർ ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ചില വാതിലുകളെ യേശുവപ്പ തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തി. എൻ ശാപമെല്ലാം ആ വരികളൊന്ന് പാടിയ. എൻ ശാപമെല്ലാം എൻ ജീവിത രീതികൾ എൻ ശാപമെല്ലാം പിടിച്ചു. എൻ ജീവിത രീതികൾ മാറും. പുതുവഴിയാ പുതുജീവനാ എന്നെ നടത്തും. ഓ പുതുവഴിയാ പുതുജീവനാ എന്നെ നടത്തും. ശാപമെല്ലാം മാറും. എൻ ജീവിത രീതികൾ മാറും.
എൻ ശാപമെല്ലാം മാറും, എൻ ജീവിത രീതികൾ മാറും. പുതുവഴിയാ പുതുജീവനാ എന്നെ നടത്തും. ഓ പുതുവഴിയാ പുതുജീവനാ എന്നെ നടത്തും. ആ നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ അനുഗ്രഹമായി അതിശയമായി എന്നെ നടത്തും. ഓ അനുഗ്രഹമായി അതിശയമായി എന്നെ നടത്തും. നാമത്തിൽ ഈ സഹോദരിമാരെല്ലാം ഒന്ന് പാടി, യേശുനാമത്തിൽ, സഹോദരന്മാർ പാടിയേ. നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ. ഓ അതിശയമാ അനുഗ്രഹമാ എന്നെ നടത്തും. ഓ അതിശയമായി അനുഗ്രഹമായി എന്നെ കരം ഉയർത്തി. ആ നാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ. കരമെല്ലാം ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾക്കെന്ന് പറയാം, ആ നാമത്തിൽ ഒരു വിടുതലുണ്ട്, ആ നാമത്തിൽ ഒരു സൗഖ്യമുണ്ട്, ആ നാമത്തിൽ എനിക്ക് അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറക്കും. ഒരു നിമിഷം കൂടെ ആ വരികളെന്ന് പറഞ്ഞ്, ആ നാമത്തിൽ, യേശുനാമത്തിൽ, പാടി, ആ നാമത്തിൽ, യേശുനാമത്തിൽ, ആ നാമത്തിൽ, യേശുനാമത്തിൽ. കർത്താവേ, അങ്ങയുടെ നാമം ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. ഇവിടെ മൊത്തം യേശു ആകണം, ഇവിടെ മുഴുവനും യേശു ആകണം, ഇവിടെ നിറഞ്ഞ യേശു നിൽക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നല്ലൊരാമൻ പറഞ്ഞാട്ടെ. ഒത്തിരി നേരമൊക്കെ പാടി നിൽക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ അതിനനുവദിക്കുന്നില്ല. നാമം നമുക്കിവിടെ ഉയർത്തണം. അതാണ് പ്രിയ ദൈവദാസൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്. ഇനി നിങ്ങൾ എന്നെ ശാന്തമായി ശ്രദ്ധിക്കണം. നിങ്ങളെ നോട്ടം എന്നിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ എന്നെ തന്നെ നോക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി അഭിഷിക്തന്മാരായി ഉണ്ടായതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ എനിക്ക് ദൂതിലേക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ നിങ്ങൾ അനുഭവിക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൈയൊന്ന് കാണിക്കണം. ഇന്നലെ ചെയ്യാത്തൊരു കാര്യം ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ കയറുമ്പോൾ എൻ്റെ അടുത്തൊരു കർത്താവിൻ്റെ ദാസൻ, ഒരു പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് പാസ്റ്റർ അച്ഛാ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൂതൻ ഡെലിവറൻസിൻ്റെ ദൂതനാണെന്ന് പറഞ്ഞു. അന്നേരം എനിക്കിതിനെക്കുറിച്ചൊരു ബോധം, ഇങ്ങനെ ഉണ്ടോ? പിന്നീട് ഞാൻ ചില സമയത്ത് വർഷിപ്പിൻ്റെ ഏഞ്ചൽ എൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നേരം ഇങ്ങനെ പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കും. ആ ദിവസം ഞാൻ കണ്ടത് ഭയങ്കര ഡെലിവറൻസുകൾ ജനത്തിൻ്റെ മേൽ സംഭവിക്കുന്നത് കാണാൻ കർത്താവ് ഭാഗ്യം തോന്നി. കൂട്ടത്തോടെ ആളുകൾ വിടുവിക്കപ്പെടുന്നതും പൈശാചിക മേഖലയിൽ നിന്ന് ചിലർ വിടുവിക്കപ്പെടുന്നതൊക്കെ കാണും. എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഈ എന്നും നമ്മൾ ഒരു ഏഞ്ചലിനെ കൊണ്ടാണ് നടക്കുന്നത്. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തിട്ട് പറഞ്ഞ, ഏഞ്ചൽ മാറാൻ സമയമായെന്ന് പറ. ഞാൻ ഇൻറ്റിമസിയുടെ ഏഞ്ചലിനെ കണ്ടിട്ടുണ്ട്. കൂട്ടത്തോടെ ആളുകൾ
മീറ്റിങ്ങിനകത്ത് കൈയടിക്കാതെ കരയുന്നത് കണ്ടിട്ടുണ്ട്. ആത്മപകർച്ചകളുടെ ഏഞ്ചലിനെ, ഈ ഏഞ്ചൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏഞ്ചലിനെ എടുത്ത് ഉയർത്തേണ്ട കാര്യമില്ല. നമ്മൾ ഉയർത്തേണ്ടത് യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും. പക്ഷേ എന്നെ സഹായിക്കാൻ, എനിക്ക് നിങ്ങളെ തൊടാനോ, ഇത്രയും പേരിവിടെ ഇരിക്കുക, ഇത്രയും അച്ചാച്ചന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെ തൊടാൻ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ലെന്ന് നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ ഏഞ്ചൽ, എന്നെ സഹായിക്കുന്ന ഏഞ്ചലിന് നിങ്ങളെ തൊടാൻ പറ്റും. ഏഞ്ചലിനെ ഒരു അഭിഷക്തന്റെ കൂടെ അയക്കുന്നത് അവനെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇന്നെന്തോ വലിയ വിടുതലുകൾ നടക്കുന്ന, ശാപങ്ങളെ മുറിച്ചു കളയുന്ന ഒരു ഏഞ്ചൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പോലും മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ഫീഡ്ബാക്ക് തരണേടാ ഷൈനെ, എനിക്ക് ശബ്ദത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യന്റെ പ്രാർത്ഥനകൾക്ക് കയറിപ്പിടിക്കാൻ പറ്റാത്ത തലങ്ങളിൽ ഇന്നത്തെ ശുശ്രൂഷകളുടെ സ്പർശനങ്ങൾ ഈ രാത്രി ഉണ്ടാകും. അതിൻ്റെ ചില വിടുതലുകൾ നാളെ പ്രഭാതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നാളെ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഏഞ്ചലുണ്ട്. പിന്നീട് അടുത്ത ദിവസം പോയപ്പോൾ മൊത്തവും വർഷിപ്പായിരുന്നു. ഒരു 5 പാട്ട് പുറത്തു വന്നു. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ വീക്ക് കൊണ്ട് 5 പാട്ട് എഴുതി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതിനെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ ഡെലിവറൻസിൻ്റെ ഏഞ്ചൽ നിൽക്കുമ്പോൾ നീ ഉണർവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിന്റെ കൂടെ ഇൻറ്റിമസിയുടെ ഏഞ്ചൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഫയറിനെ കുറിച്ച് പ്രസംഗിക്കരുത്. ഇത് മനസ്സിലാക്കി ഇതിനോടൊന്ന് ചേർന്ന് നിന്നാൽ വലിയ വിടുതലുകൾ ജനത്തിൻ്റെ നടുവിൽ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ ഇങ്ങനൊരു മാറ്റം നമ്മുടെ മേൽ സംഭവിക്കുന്നുണ്ട്. എനിക്കിവിടെ ഓരോരുത്തരുടെ അടുത്തും അഭിഷക്തന്മാരുടെ അടുത്തും ഞാൻ പറയാം, നിങ്ങൾ ഇന്ന് ചെയ്തത് നാളെ ചെയ്യത്തില്ല. ഒരാമേ. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് സൂക്ഷിക്കുക. ഇതല്ല ദൂത്, പക്ഷേ നിങ്ങളുടെ അകത്ത് ഈ ഉറപ്പൊന്ന് കിട്ടണം. നിങ്ങളുടെ ദൂതന്മാർ ഇന്ന് രാത്രി ചില മാറ്റങ്ങൾ നിങ്ങളുടെ മേൽ സംഭവിക്കും. വളരെ ആഴത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ദൈവശബ്ദമാണ് ഇന്ന് രാത്രി നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും പറഞ്ഞ് അതിനൊരു പ്രതിഫലം ഉണ്ട്, തക്ക പ്രതിഫലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇന്ന് രാത്രി ചെയ്യാൻ ശ്രമിക്കേണ്ടത്? ഏറ്റവും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. ഒരാമയം പറയാമോ? പാസ്റ്റർ, ഭയങ്കര മെസ്സേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്, പവർഫുള്ളാണ്, ഇത് എത്രത്തോളം പോകുമെന്ന് ചിലർക്ക് ഡൗട്ടുണ്ട്. ഓക്കെ, എനിക്ക് എൻ്റെ ശുശ്രൂഷയെ ഇന്ന് രാത്രി തെളിയിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. നിങ്ങളെ ആരെങ്കിലും ഒരാൾ വിടുവിക്കപ്പെടണമെന്ന് വല്ലാതെ ഞാൻ കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ നിനക്കത് 99 പേരും എൻ്റെ കൂടെ വന്നില്ലേലും ഒരാൾ ഈ ദൂത് തൊടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ കൂടെ നിന്ന് ഈ രാത്രി ശുശ്രൂഷിക്കും. ആമേൻ. അതിൻ്റെ അർത്ഥം ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. നിങ്ങൾ ആ വാക്ക് കേട്ടോ? ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ട്. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾ ഒന്നാമയും പറയണേ. ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ ഉണ്ട്. അത് നല്ലത് ചെയ്താൽ നല്ലത് വരും, പറഞ്ഞ് ചീത്ത ചെയ്താൽ, ഇത് പ്രിൻസിപ്പളാണ്, ഇതങ്ങനെ തന്നെ. ഈ കൊടുത്ത കൊല്ലത്ത് കിട്ടും എന്ന് പറഞ്ഞൊരു ദൂതല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. ഏത് കാര്യത്തിനും നിങ്ങൾ ഒരാത്മാവിൽ സഞ്ചരിക്കുകയും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ പദ്ധതിക്കകത്ത് വിശ്വസിക്കുകയും ദൈവിക നിയോഗങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ദൂത്ത് ഉറപ്പായും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്നതിന് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിനകത്തൊരു പ്രതിഫലമുണ്ട്. അപ്പോൾ എന്താ പാസ്റ്റർ ഇന്ന് രാത്രി ചെയ്യേണ്ടത്? ഒറ്റ കാര്യമേ ഉള്ളൂ. ഏറ്റവും നല്ലത് ചെയ്യുക, ഏറ്റവും നല്ലത് പറയുക, ഏറ്റവും നല്ലത് ചിന്തിക്കുക, ഏറ്റവും നല്ലത് പ്രഖ്യാപിക്കുക. ഇന്ന് രാത്രി ഏറ്റവും നല്ലത് അടുത്ത മിനിറ്റുകളിൽ ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോവുകയാണ്. നിങ്ങളതിനെ ആത്മാവിൽ പ്രാപിക്കണം. ഇനി ഏത് ഒരു ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട്. ഇതാണ് ഈ വാക്ക് നിങ്ങളുടെ മനസ്സിലിട്ടേക്കണം. ഏതൊരു
ആക്ഷനും ഒരു റിയാക്ഷനും ഉണ്ട്. അടുത്തിരിക്കുന്ന ഒരു കരം ഒന്ന് തട്ടിയിട്ട് പറഞ്ഞ്, ഏതൊരു ആക്ഷനും ഒരു റിയാക്ഷനുണ്ട്. നിങ്ങളിനി അതെങ്ങനെയൊക്കെ വിശ്വസിച്ചാലും ഇത് വന്ന് അടിച്ചിരിക്കും. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഇവൻ കറുത്ത ബ്ലൂ ഷർട്ട് ഇട്ടെന്നേ ഉള്ളൂ, ഏതോ പാരമ്പര്യ പാസ്റ്റർ ആരോ എന്ന് ചിന്തിച്ചു. ഇല്ല, നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ വിടുവിക്കപ്പെടണമെന്ന് ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്. ഏതൊരു ആക്ഷനും ഒരു റിയാക്ഷനുണ്ട്. ഇനി എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത്, ഒരു കമ്പെടുത്ത് പ്രിയ സൽമോനച്ചാൻ്റെ കണ്ണിലേക്ക് കുത്തിയാൽ എന്ത് പറ്റുവച്ചാ? കണ്ണ് അടയ്ക്കും. കണ്ണടയ്ക്കും. അടയ്ക്കുമോ? അത് പഞ്ചായത്തിൽ നിന്ന് പേപ്പർ മേടിച്ചിട്ട് ഞാൻ അടയ്ക്കത്തോളെന്ന് പറയുമോ? ഇല്ല, തനിയെ അടയും. ഇത്ര നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ ഇത് ഒരു പ്രതിഭാസമാണ്, ഇതൊരു രീതിയാണ്. ഇതേപോലെ നിങ്ങൾ ആത്മമണ്ഡലത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു റിയാക്ഷൻ ഉണ്ട് എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. മനസ്സിലാകുന്ന ആരെങ്കിലും? അപ്പോ പിന്നെ എന്താ ഓപ്ഷൻ? ഏറ്റവും നല്ലത് ചെയ്യുക. ഞാൻ ഷൈൻ്റെ കണ്ണിലേക്ക് ഒരു കമ്പ് കുത്തുമ്പോൾ അല്ലെങ്കിൽ കുത്തുമ്പോൾ നീ അറിയാതെ കണ്ണടയ്ക്കും. നിന്റെ കണ്ണടയും, നീ കണ്ണ് വെട്ടിച്ചു മാറ്റും. ഇതൊരു ആക്ഷനും റിയാക്ഷനുമാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നിങ്ങളുടെ അകത്തേക്കൊന്ന് സൂക്ഷിച്ചു വെക്കണം. ഇത് സംഭവിക്കും. ഈ ശ്രദ്ധയോടെ വേണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് വെക്കാൻ. എന്നോട് പിണങ്ങി, എന്നോട് വല്ലാതെ തന്നെ നോക്കുന്നു. എനിക്കിന്ന് രാത്രി നിങ്ങളെ പറ്റിക്കാനല്ല ഞാൻ വന്നേ, കർത്താവിൻ്റെ വചനം പറയാനാണ് ഇന്ന് രാത്രി ഞാനിവിടെ വന്നത്. നിങ്ങൾ വിടുവിക്കപ്പെടണമെന്ന് ഞാൻ വീണ്ടും വല്ലാതെ ആഗ്രഹിക്കുകയാണ്. ഏതൊരു ആക്ഷനും അതിന് ഒരു റിയാക്ഷനുണ്ട്. അത് നിങ്ങൾ രഹസ്യത്തിൽ പറഞ്ഞ വാക്കാണെങ്കിൽ അത് തിരിച്ചടിച്ചിരിക്കും. ആമേ. നിങ്ങൾ ഒരുത്തൻ്റെ വഴി അടച്ചാൽ നിങ്ങളുടെ 10,000 വഴി അടയും. എല്ലാം പോയി. ഇത് അതിൻ്റെ രീതി അങ്ങനെ. അത് അഭിഷക്തന്മാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. നിങ്ങളൊരു അഭിഷക്തനാണെങ്കിൽ പരമാവധി മിണ്ടാതിരിക്കുക. അനാവശ്യമായ ഒറ്റ കാര്യങ്ങളിൽ. ഇപ്പം നമ്മുടെ ഒരു വിഷയമുണ്ട്. എനിക്ക് സൽമോനച്ചാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയാം, ഞാൻ ചെയ്യുന്നത് തെറ്റാന്ന് നന്നായിട്ട് നിങ്ങൾക്കറിയാം. പിന്നെ അൻസം പാസ്റ്റർ അല്ലേ, അവന് വിഷമാവണ്ടെന്ന് പറഞ്ഞു ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് പോകും. മതി. കേട്ടില്ല നിങ്ങൾ? ക്ലാഡ്സനച്ചാനല്ലേ ഇത് പാവപ്പെട്ട രാവിലെ തൊട്ട് രാത്രി തൊട്ട് ഇവിടെ നിൽക്കുമല്ലേ എന്നാ ഒന്ന് ഇഷ്ടമല്ല, മനസ്സുകൊണ്ട് എന്തുവാ ഇഷ്ടമല്ല, പക്ഷേ ഒന്ന് ചിരിച്ചു കാണിക്കുക. അദ്ദേഹത്തിനൊരു സന്തോഷമായിക്കോട്ടെ. ഈ ചിരി മതി നിന്റെ വാതിലുകൾ അടയാൻ. വല്ലാതെ തന്നെ നോക്കുന്നു. ഇതൊരു ആക്ഷൻ ആണെങ്കിൽ അതിന് നീ ഒരു റിയാക്ഷൻ അനുഭവിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനുള്ളൊരു ഓപ്ഷൻ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏറ്റവും നല്ലത് പറയുക, ഏറ്റവും നല്ലതിനു വേണ്ടി നിൽക്കുക, സത്യത്തിന് വേണ്ടി കൂടെ നിൽക്കുക. പ്രയോജനത്തിന് വേണ്ടിയല്ല, സത്യത്തിന് വേണ്ടി കൂടെ നിൽക്കുക. പ്രഭാതം എങ്ങനാ ഞാൻ പറഞ്ഞു തരുന്നത്? റോങ് റിയാക്ഷൻ, റോങ് ആക്ഷൻ റോങ് റിയാക്ഷനെ കൊണ്ടുവരും. ഒന്ന് പറയാമോ ആ വാക്ക്? റോങ് ആക്ഷൻ റോങ് റിയാക്ഷനെ കൊണ്ടുവരും. കേട്ടോ? റോങ് ആക്ഷൻ റോങ് റിയാക്ഷനെ കൊണ്ടുവരും. ഗുഡ് ആക്ഷൻ നല്ല റിയാക്ഷനെ നിങ്ങൾ കൊണ്ടുവരും. അതാ പറയുന്നത്, നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാണെങ്കിലും തീയതാണെങ്കിലും
കിട്ടും. നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും നിങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കുക. ഒരു സ്തോത്രം ഞാൻ അതിനകത്ത് പ്രതീക്ഷിച്ചു. കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ഈ ദൂത് ആദ്യമായാണ് ഒരു പബ്ലിക് മീറ്റിങ്ങിനകത്ത് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് പ്രസംഗിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് പറയുന്നു, റോങ് റിയാക്ഷന്റെ വേരുകളെ കർത്താവ് വേരോടെ പിഴുതുകളയും. നമ്മുടെ ബോധ മനസ്സുകളിൽ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത റോങ് റിയാക്ഷന്റെ ചങ്ങലകളെ ഈ രാത്രി കർത്താവിന് അഴിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. എന്നെ കൂടെ ഉണ്ടല്ലോ. കർത്താവ് എന്തൊരു വലിയ ദൈവ സാന്നിധ്യത്തിനകത്ത് ഞാൻ അനുഭവിക്കുന്നു. ഈ റോങ് ആക്ഷൻ, റോങ് റിയാക്ഷൻ. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെ ഇച്ചിരി കൂടെ വ്യക്തതയോടെ പറയുന്നത് സങ്കീർത്തനം 1 ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. മോനെ നീ എഴുന്നേറ്റടാ, ആ ചെയർ തന്നെ ഇവിടുത്തെ അതിനകത്ത് ഇട്ടോ, പോയി അവിടെ നിന്നോ. അതിനകത്ത് സങ്കീർത്തനത്തിനകത്ത് പറയുന്നൊരു വാക്കുണ്ട്, റോങ് ചെയറുകളുണ്ട്. നിങ്ങൾ കേട്ടില്ലല്ലോ. റോങ് കസേരകളുണ്ട്, റോങ് ടേബിളുകളുണ്ട്. ആരെങ്കിലൊക്കെ ജീവനോടുണ്ടോ? ഞാൻ പ്രീച്ച് ചെയ്യട്ടെ, നിങ്ങൾ കേൾക്കുമോ? കുറച്ചേരം കൈയടിക്കാതൊന്ന് കേൾക്കാമോ? അത് റോങ് ചെയറുകളിൽ, റോങ് ടേബിളുകളിൽ, എന്റെ ഭാഷ പറഞ്ഞ അവിടെ പോയി ഒരപ്പക്കഷ്ണം പോലും നിങ്ങൾ എടുത്തു നിൽക്കാൻ പോകരുത്. ആർക്കെങ്കിലും ഒരു ആമേൻ പറയാൻ പറ്റുമോ? റോങ് ടേബിളുകൾ, റോങ് ചെയറുകൾ. ഇങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടായാൽ നിങ്ങൾ എത്ര ഫയർ കോൺഫറൻസ് കൂടിയാലും നിങ്ങൾ പുറത്തു വരത്തില്ല. എത്ര ക്യാമ്പുകളിൽ നിങ്ങൾ പോയാലും നിങ്ങൾ പുറത്തു വരത്തില്ല. എവിടെയോ നിന്റെ സമ്മതമില്ലാതെ നീ ഒരു റോങ് ചെയറിൽ ഇരുന്നിട്ടുണ്ട്. അതിന്റെ റോങ് റിയാക്ഷൻ നീ പോലും അറിയാതെ നിന്നെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ഈ ദൂത് എന്നെ ഏൽപ്പിച്ച കാരണത്താൽ, ഈ ദൂത് നിങ്ങൾ ഈ ദൂത് കേൾക്കുന്ന കാരണത്താൽ ഇങ്ങനെയുള്ള റോങ് ടേബിളുകളുടെയും റോങ് ചെയറുകളുടെയും റോങ് ടേബിളുകളിൽ നിന്ന് സ്വാധീനിച്ച സ്വാധീന വലയങ്ങളുടെ ഇരുട്ടിന്റെ മേഖലകളെ ഇന്ന് രാത്രി അഭിഷക്തന്മാർ ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് രാത്രി ആരംഭം മിനിറ്റിൽ അതിനെ തകർത്തുകൊണ്ട്, ഇടിച്ച് തകർത്തുകൊണ്ട്, ദൈവമക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നു റോങ് ചെയറുകളുടെ കാലുകൾ ഒടിയുന്ന കാഴ്ചയാണ് എന്നെ കർത്താവ് കാണിക്കുന്നത്. റോങ് ചെയറുകൾ. സഹോദരങ്ങളെ, റോങ് ചെയറുകൾ നിങ്ങൾക്ക് എന്ത് തരും? റോങ് റിയാക്ഷൻ തരും. റോങ് ടേബിളുകൾ നിങ്ങൾക്ക് എന്ത് തരും? എത്രയോ അഭിഷക്തന്മാരെ നമുക്കറിയാം, അല്ലേ? അവർ തെറ്റ് ചെയ്തിട്ടല്ല, അവർ പാപം ചെയ്തിട്ടല്ല, ഓഹരി കൂടിയാൽ ദൈവമേ, ഇതിനകത്ത് ചിരിച്ചുപോലും നീ സപ്പോർട്ട് ചെയ്യരുതെന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയുന്നേ. കോട്ടയത്തൊരു തലമുറയെ ദൈവം ഇന്ന് രാത്രി വേർതിരിക്കാൻ പോവുകയാണ്. അത് റോങ് ടേബിളിൽ ഇരിക്കുന്നവരല്ല, റൈറ്റ് ടേബിളിൽ ഇരിക്കുന്ന ഒരു തലമുറയെ ദൈവാത്മാവ് ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുക. ഇതിനകത്ത് അതാരെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച്
റീറ്റേലിയ പ്രഭാതന. അടുത്തിരിക്കുന്നവരെ കരം കൊടുത്ത് പറഞ്ഞേ, ഞങ്ങൾക്ക് റോങ് ടേബിൾ വേണ്ടെന്ന് പറഞ്ഞ്. ശരി, പെതുക്കെ പോയാ മതി, പെതുക്കെ നീ സമ്പന്നനായാ മതി, പെതുക്കെ നീ ഉപയോഗിക്കപ്പെട്ടാ മതി. പക്ഷേ റോങ് ടേബിൾ വേണ്ട, റോങ് കണക്ഷൻ വേണ്ട, റോങ് ചെയർ വേണ്ട. ഇന്ന് രാത്രി ആരെങ്കിലും ആമേൻ പറയാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞോണം. ഇവിടെ ഒരു റെമനന്റ് എഴുന്നേറ്റ് വരും, ഒരു ശേഷിപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കും. റോങ് ടേബിളുകൾ, റോങ് ചെയറുകൾ, ഇതിനെന്തുണ്ടെന്നാ ഞാൻ പറയുന്നത്? റോങ് ചെയറിന് എന്തുണ്ട്? റോങ് റിയാക്ഷൻ ഉണ്ട്. റോങ് ചെയറിന് എന്ത് പ്രത്യേകതയുണ്ട്? പറഞ്ഞേ, റോങ് റിയാക്ഷനുകളെ തരാൻ പറ്റും. ഇത്രയൊക്കെ മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? റൈറ്റ് ചെയർ, റൈറ്റ് ടേബിൾ. 2022 ഒക്ടോബർ മാസം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇവിടെ നിൽക്കുന്ന ഓരോ ദൈവമക്കളുടെ അഭിഷക്തന്മാരോട് ഞാൻ പറയാം, നീ ചില കണക്ഷന് പോകാത്ത കാരണത്താൽ, നീ ചിലതിനോട് കൂട്ടുകൂടാത്ത കാരണത്താൽ നിനക്ക് വേണ്ടി ഒരു ചെയർ ഒരുങ്ങി വരുന്നുണ്ട്. നീ ഒരു ഉണർവിന് വേണ്ടി മാറി നിന്ന കാരണത്താൽ, ഒരു റിവൈവലിന് നീ സ്വപ്നം കണ്ട കാരണത്താൽ നിനക്ക് കണക്റ്റഡ് ആകാൻ പറ്റുന്ന ചില ബന്ധങ്ങളെ ദൈവാത്മാവ് ആരാധനയൊന്ന് പ്രാപിക്കുന്നത്, ആരാധന രാത്രി സ്വീകരിക്കുന്നത്. മാറി നിന്ന് ആരെങ്കിലും ഇതിനകത്തുണ്ടോ? മാറി നിന്ന് ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാ നിങ്ങൾക്ക് ഇതിനെ സ്വീകരിക്കാൻ പറ്റുന്നത്? അതിനെ അങ്ങനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. ഈ ദൂതനെ ശാന്തമായ നിലയിൽ പറയണമെന്നാണ് എന്റെ കൊതി. പക്ഷേ ദൈവാത്മാവിന്റെ അകത്ത് തെള്ളുന്ന കാരണത്താൽ ഒക്ടോബർ മാസം തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് കരഞ്ഞു നിലവിളിക്കുന്ന ചില അഭിഷക്തന്മാർ പറയുക, ഒരു മേശ വരുന്നുണ്ട്, ഒരു ടേബിൾ വരുന്നുണ്ട്, ഒരു ചെയർ വരുന്നുണ്ട്. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നുണ്ട്. കരമടിക്കുവാണെങ്കിൽ നല്ലവണ്ണം കരമടിച്ച് പ്രാർത്ഥിച്ചോ, വായികൾ തുറന്ന് പ്രാർത്ഥിച്ചോ. ആൽബിനെ, റോങ് ടേബിൾ വരികില്ല, റോങ് ടേബിൾ അല്ല, റോങ് ചെയർ അല്ല, റൈറ്റ് ചെയർ. ഞാൻ പ്രവചിക്കുക, റൈറ്റ് ചെയർ, റൈറ്റ് ടേബിൾ, റൈറ്റ് പൊസിഷൻ. ഈ ദൂതിന്റെ മുഴു കൺട്രോളും പരിശുദ്ധാത്മാവിന് കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാം. ഒരു പ്രത്യേക ദർശനം, പ്രത്യേക ബേഡൻ, പ്രത്യേക ആത്മഭാരം ഇത് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ നല്ല ആരോഗ്യമുള്ള സമയത്ത് ശത്രുക്കൾ കാണേ നിനക്ക് വേണ്ടി മേശ ഒരുക്കുന്നു. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. ഒരു സ്പോഞ്ച് പിടിക്കുന്നത് പോലെ ഈ ദൂതനെ ഒന്ന് പിടിച്ചാട്ടെ. ആരടുത്താ ഞാൻ ദൂത് പറയണ്ടേ? ആരോടാ ഞാൻ പ്രവചിക്കണ്ടേ? പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളടുത്ത് ഞാൻ പറയാം, റൈറ്റ് ടേബിൾ വരാൻ പോകുക, റൈറ്റ് ടേബിൾ. ബാക്കിൽ നിൽക്കുന്ന ചിലരോട് പറയാം, റൈറ്റ് ചെയർ വരാൻ പോകുക. ശമാർത്ഥ സന്താന, എനിക്ക് അറിഞ്ഞൂടാ. പ്രാർത്ഥിച്ചേ, 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 പ്രാർത്ഥിച്ചേ. കരം അടിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ കരം ഉയർത്തിപ്പിടിച്ചോ. എന്റെ മേൽ ഇപ്പോൾ കിടക്കുന്ന പകർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ കരങ്ങളിൽ ഒരു തീ പകരുന്നത് പോലെ, ഒരു തീ പകരുന്നത് പോലെ, തീ പകരുന്നത് പോലെ ഇതിന്റെ ഈ ദൂതിന്റെ അടയാളമായി ചില കരങ്ങളിൽ ഇപ്പോൾ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. റൈറ്റ് ടേബിൾ. നിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട്, നിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, നിന്റെ യാത്രകളുമായി ബന്ധപ്പെട്ട് റൈറ്റ് ചെയറുകൾ. പ്രവാദന, ഇത് ഞാൻ പ്രവചിക്കുക. ഇന്ത്യ ഇതുവരെ കാണാത്ത റൈറ്റ് ടേബിളുകൾ, റൈറ്റ് ചെയറുകൾ
പ്രാർത്ഥിക്കുന്ന അഭിഷക്തന് വേണ്ടി തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമുയർത്തി യേശുവിന് ആരാധന കൊടുത്ത് ഈ കസേരയിൽ ഒരു നല്ല ചെയർ എടുത്ത് സ്റ്റേജിലോട്ടിട്ടോ. യേശുനാമത്തിൽ യേശുനാമത്തിൽ ഉയർത്തി ഒന്ന് പിടിച്ചു. നാമത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആരെങ്കിലും അടുത്തും നിയമം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, റൈറ്റ് ടേബിൾ വരാൻ പോവാന്ന് പറ. ഈ ദൂതിന്റെ അവസാനം നിങ്ങൾ ആരെങ്കിലും എന്നെ ഓർപ്പിക്കണം. റോങ് ടേബിളിന്റെ ശക്തിയെ കോട്ടയത്ത് നമ്മൾ തകർക്കും. അഭിഷക്തന്മാർക്ക് വിരോധമായി ഉണ്ടാക്കുന്ന റോങ് ടേബിളുകളെ ആത്മാവിന്റെ രാത്രി ഉടച്ചു കളയുക. ഇന്ന് രാത്രി മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് കോട്ടയം ആത്മാവിൽ പിടിക്കപ്പെടുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. അത് മഴയായി, അത് തീയായി. ഏറ്റവും നല്ല ചെയർ വരികയാണ്. പറഞ്ഞ എല്ലാവരും പറഞ്ഞേ, നിങ്ങൾ ഇരുന്നോ. ഏറ്റവും നല്ല ടേബിൾ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നെങ്കിൽ പറഞ്ഞേ, പാസ്റ്റർ ഏറ്റവും നല്ല ടേബിൾ വരികയാണ്. ഓ യേശുനാമത്തിൽ. ചിലർ കാണാൻ പറ്റും, ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ഒരുങ്ങി വരുന്നു. ഒരു പേപ്പർ തരാം, ഒരു പേപ്പർ തന്നു നിങ്ങള് പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ മീറ്റിംഗ് അനുപാസ്റ്റർ തന്നെ പ്രസംഗിക്കാന്നേ ഉള്ളൂ. പക്ഷെ ഇതൊരു ആന്റണിച്ചാൻ തിരുവല്ലയില് മീറ്റിംഗ് എടുത്ത് നിങ്ങൾക്ക് തന്നെ പ്രസംഗിക്കാന്നേ ഉള്ളൂ. പക്ഷെ ഇതൊരു തലമുറയ്ക്ക് വേണ്ടി മൈക്കൊക്കെ കൊടുക്കുന്നത് തന്നെ, നീ നല്ലത് ചെയ്യ. റോങ് ആക്ഷൻ, അതിന് റോങ് റിയാക്ഷൻ. ഇതിന് റോങ് റിയാക്ഷൻ ഉണ്ട്. ഗുഡ് ആക്ഷൻ ആണെങ്കിൽ ഏറ്റവും നല്ല റിയാക്ഷൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ ഒരു ഫോൺ കോൾ, നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് കൂട്ടുകാരന് സ്നേഹിക്കുന്നവരായിരിക്കാം, ഒരു തമാശ, ഇത് തിരിച്ചടിക്കും. നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കറിഞ്ഞു, അടിക്കും. അനാവശ്യമായ ഒറ്റ കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരും ഇടപെടരുത്. ഞാൻ പറഞ്ഞല്ലോ, ചിരിച്ചു പോലും സപ്പോർട്ട് കൊടുക്കരുത്. കാരണം ഇതൊരു നിലം പോലെ ഇട്ട തിരിച്ചു വരും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗമുള്ളപ്പോൾ ഞാനും നിങ്ങളും അറിയാതെ നമ്മുടെ ലൈഫിനകത്തൂടെ കയറിപ്പോയ റോങ് ആക്ഷന്റെ റിയാക്ഷനുകളിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ എന്നോടൊരു കാര്യം പിണങ്ങരുത്. ഇത് തിയോളജി ശരിയാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതൊരു മേഖലയും നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധമുണ്ട്. മിണ്ടില്ലല്ലോ. നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ ഫൈനാൻസും, ഇത് വിശുദ്ധ ജീവിതവും, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളും ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ട്.
ഈ ഒരു മേഖല നമ്മൾ ശരിയാക്കാതെ തല കുത്തി നടന്ന് എന്തൊക്കെ ചെയ്താലും, സത്യമായി ഈ ദൂത് ഞാൻ ഇവിടുത്തെ കൊണ്ടുവന്ന ദൂതല്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച ദൂതാ. ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും നല്ലത് ചെയ്യണം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞേ, ഏറ്റവും നല്ലത് ചെയ്യണം. പറഞ്ഞോ, നന്നായിട്ട് പറഞ്ഞേ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അത് നിങ്ങളുടെ വഴികളെ അടയ്ക്കും. അയ്യോ, അല്ല തന്നെ നോക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനി എവിടാ? 10-30 വർഷമായില്ലേ പാസ്റ്റർ മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട്, ഇനി എവിടാന്നത് കണ്ടുപിടിക്കുന്ന ആരാ? കണ്ടുപിടിക്കാൻ പറ്റുമോ? പക്ഷെ അഭിഷേകത്തിന്റെ നിറവിൽ ഈ ദൂതനെ നമ്മൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്കതിനെ റിയാക്ട് ചെയ്യാനുള്ള ഒരധികാരം നിങ്ങളുടെ ശരീരത്തിൽ കർത്താവ് പകരും. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി കൂടെ വ്യക്തതയോടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇത് ഈ പേപ്പർ ഒരു വിത്താണെന്ന് വെക്കുക. ഇതൊരു വിത്താണെന്ന് വെക്കുക. ഈ വിത്ത് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഉണ്ടോ? ഇത് ഞാൻ എന്ന് ഇത് വയലിലോട്ട് എറിയുന്നോ അന്നെന്തോ പറ്റും? എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. പിന്നെ ഇത് വീഴുന്നത് വേറൊരു ലോകത്താ. മനസ്സിലാകുന്ന ആർക്കെങ്കിലും? നമ്മുടെ വായിൽ നിന്ന് ഒരു കാര്യം പോയാൽ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്ക് നമ്മുടെ മിനിസ്ട്രിയെ കെട്ടാൻ പറ്റും. സാമ്പാസ് മതിയായിരുന്നു എന്ന് ആരോ പറയുന്നു. ഇതും കൂടെ ഒന്ന് ചേർത്ത് വെക്കണേ. നിന്റെ ചിന്തകൾ, നിന്റെ നോട്ടം. അച്ഛാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ തീരെ ഗതികെടുമ്പോ അനുജ ഒരു 500 എടുത്ത് ഓഫറിങ് ഇടും. എനിക്കറിയാം 500 ഇട്ടാ 1000 രൂപ. ഇത് സത്യമാണോ? നിങ്ങൾ ആരെങ്കിലും 2 പേര് എന്റെ കൂടെ ആമേൻ പറയൂ. എന്നാ ഈ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമല്ലേ? ഇത് നമുക്ക് സമ്പത്തിന്റെ കാര്യത്തിൽ സ്വത്രാഴ്ചയിടുമ്പോ പാസ്റ്റർ പറയും ഇത് വിത്ത. അവന്റെ കയ്യിലുള്ള മൊത്തം ഇടാൻ നമുക്ക് അറിയിപ്പിക്കാം. ഇത് വിത്ത, ഇതിട്ട കിളിക്കും. എന്നോട് വേണങ്ങല്ലേ? കിളിക്കും. പക്ഷേ ഇതേപോലെ നീ ഇടുന്ന സകല വിത്തുകളും കിളിച്ചു വരും. എന്നോടുണ്ടോ? സകല വിത്തുകളും. അതാ പറയുന്നേ, നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ ഉണ്ട് ഒരു 10-15 പേരുണ്ട്. ആ വിത്ത് ഇങ്ങെടുത്തേച്ചാ. ഈ വിത്ത് ഞാൻ വയലിലോട്ട് എറിയോ, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ദൂത് കയറണം. എന്നെ മറന്നുപോയാലും നിങ്ങൾക്ക് ഈ ദൂതിനകത്തൂടുള്ള വെളിപ്പാടുകൾ മനസ്സിലാക്കണം. ഞാൻ ഈ വിത്തിനെ അമേൻ വയലിലേക്ക് എറിയുമ്പോൾ വയലിൽ പോയി പിന്നെ വീട്ടിൽ ഇരുന്ന് പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കുമെന്നോ. ചിലപ്പോ കിളിക്കും. വിത്തായതുകൊണ്ട് കിളിക്കാൻ സാധ്യത എന്റെ കൂടെ ഉണ്ടോ? അച്ഛാ, ഈ ആനണിച്ച ഇത് പോയി വീഴുന്നത് ഇത്രയും നേരം എന്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ ഇത് പോയി വീണത് ഏതാ? വേറൊരു ലോകത്താ. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ വീഴുന്നത് വേറൊരു ലോകത്താണ്. ആർക്കിത് മനസ്സിലാകുന്നുണ്ട്? ഇത് ഉടനെ കിളിച്ചു വന്നില്ലേലും 2-3 മാസം കഴിയുമ്പോൾ ഇത് കിളിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. രാത്രി ഞാൻ പ്രവചിക്കട്ടെ, നിങ്ങൾ എന്റെ കൂടെ ആമേൻ പറയൂ.
എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ, ചിന്താമണ്ഡലങ്ങളിലൂടെ നമ്മൾ അറിയാതെ എറിയപ്പെട്ട സകല നെഗറ്റീവായ വിത്തുകളും അത് സെപ്റ്റംബറിലും ഡിസംബറിലും നിനക്ക് വിരോധമായ ഒരു ആയുധം എന്നതുപോലെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ ദൂത് കേൾക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഭയങ്കര തീ ഇതിനകത്ത് കത്തുന്നുണ്ട്. കഴിഞ്ഞ 30 വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് അറിവായ പ്രായം തൊട്ട് നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് അറിവായ പ്രായം തൊട്ട് നിന്നിൽ നിന്ന് സംഭവിച്ച സകല റോങ് റിയാക്ഷനുകളെ we break it right now. ഇതൊരു ആത്മാവിലുള്ള ശുശ്രൂഷയാ. ഇതിന്റെ കൂടെ പ്രാർത്ഥിച്ച് കയറിയേ. ഇന്ന് രാത്രി ഇതിനകത്ത് ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെ റോങ് റിയാക്ഷൻ അല്ല ദൈവദാസനെ, റൈറ്റ് റിയാക്ഷൻ. പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. ബാക്കിൽ പ്രാർത്ഥിച്ചോ. പ്രവാദന പല കാര്യങ്ങൾക്കും പിശാചിന് നമ്മുടെ ലൈഫിനകത്ത് റോളില്ല എന്ന് പറഞ്ഞ നിങ്ങൾ ആമേൻ പറയൂ. എന്റെ സഹോദര, പിശാച് അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ എന്താ വിഷയം? റോങ് റിയാക്ഷനിലൂടെ നമ്മളെ സ്വാധീനിക്കുന്ന സ്വാധീനങ്ങളുണ്ട്. കര ഉയർത്തി ഒന്ന് പിടിച്ചു, പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ഉയർത്തപ്പെട്ട ഓരോ കരങ്ങളുടെ മേൽ ഒരു അഭിഷക്തൻ നിലയിൽ ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഇവരുടെ ചിന്താമണ്ഡലങ്ങളിലൂടെ, ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിലൂടെ, ഞങ്ങളുടെ വാക്കുകളിലൂടെ, ഞങ്ങളുടെ വാക്തത്വങ്ങളെ ഏഴയിപ്പിക്കുന്ന ദുരാത്മാവെ, നിന്നെ ഞങ്ങൾ അഭിഷക്തന്മാർ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യുക. പ്രാർത്ഥിക്കുക, കൈയടിക്കേണ്ട, കര ഉയർത്തി പ്രാർത്ഥിച്ചോ. ആ കൈകളുടെ മേൽ ഒരു അധികാരം വെട്ടാൻ ചിലരുടെ മേൽ ഞാൻ ആയുധങ്ങളെ തരുന്ന രാത്രിയാണിത്. മുറിച്ചു കളയാ 10 തലമുറ പുറകിലുള്ള ചില ശാപത്തിന്റെ വേരുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, അപ്പന്റെ മേലുള്ളത്, അമ്മയുടെ മേലുള്ളത്, ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ആയുധങ്ങൾ, 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 ആയുധങ്ങൾ. നിന്റെ അപ്പൻ 30ാമത്തെ വയസ്സിൽ ജീവിച്ചതിന്റെ ചില സ്വാധീനങ്ങൾ നിന്നിലുണ്ട്. നിന്റെ അമ്മ കോളേജിൽ പഠിക്കുമ്പോ കേറിപ്പോയ ചില സ്വാധീനങ്ങൾ നിന്നിലുണ്ട്. കാരണം ഇത് അടുത്ത തലമുറയിലേക്ക് റിയാക്ട് ചെയ്യും. പക്ഷെ യേശുവിന്റെ നാമത്തിൽ അതിന്റെ വേരിന് യേശുവിന്റെ നാമത്തിൽ കോട്ടയത്ത് കഴിഞ്ഞ് 13 വർഷമായി ഉണർവുകൾ നടക്കാതെ കെട്ടിവെച്ച ചില കുരുക്കുകളെ ഇതിനകത്ത് റോങ് റിയാക്ഷനിലല്ല, റൈറ്റ് റിയാക്ഷൻ. പ്രാർത്ഥിക്കുക, അധികാരമുള്ള ദൈവദാസന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. 2015 ശേഷം ഒരു ചലനം നടക്കാതെ ഇതിനകത്ത് പലതിനെ കൊട്ടി കെട്ടി ഇതിനകത്ത് വെച്ച ചില റോങ് റിയാക്ഷനുകൾ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചേ. എന്റെ ശരീരത്തിൽ തീരത്തിയെ കർത്താവിനടുത്ത് പറയുന്നു, ഇന്ന് രാത്രി ഇതുവരെ ഇല്ലാത്ത സൗഖ്യങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കും. റൈറ്റ് റിയാക്ഷനെ ഞങ്ങൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ സ്വീകരിക്കാൻ പറ്റുന്നത്? ഒരു മിനിറ്റ് ശബ്ദം ഉയർത്തി ദൈവത്തിന് ആരാധന കൊടുത്ത് പ്രാർത്ഥിക്കുക. ശബ്ദം ഉയരട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് വിടുതൽ നടക്കും. കർത്താവിനടുത്ത് പറഞ്ഞു, കണക്ഷനുകളെ ഞാൻ ബ്രേക്ക് ചെയ്യും, ചെയിൻ പ്രോസസ്സുകളെ ഞാൻ ബ്രേക്ക് ചെയ്യും, ഒന്നിലേക്ക് മാറുന്ന ചില കണക്ഷനുകളെ ഞാൻ ബ്രേക്ക് ചെയ്യും. തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന കോട്ടയത്തിന്റെ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി നമ്മൾ അഭിഷക്തന്മാർ ഒരുമിച്ച് ചിലതിനെ ബ്രേക്ക് ചെയ്യുക.
ഒരു നിയോഗമില്ലാതെ ഇന്ന് രാത്രി ഞാൻ ആരുടെയും തലയിൽ കൈവെക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങത്തില്ല. കർത്താവ് എന്നെ നിർബന്ധിക്കുവാണെങ്കിൽ മാത്രം. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ അവിടെ നിന്ന് ഇതിനെ സ്വീകരിക്കണം. Wrong reaction, we break it. പ്രാർത്ഥിക്കുക. Wrong reaction break it. Wrong reaction break it. Wrong reaction break it. യേശുനാമത്തിൽ അച്ഛാ, ഈ വിത്തുപോയി വീണത് വേറൊരു ലോകത്താണെങ്കിൽ വിത്തിട്ടത് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചെടുക്കാൻ പറ്റുമോ? പറഞ്ഞേ, എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് ഞാനൊരു ദൂത് പറയാം. അറിയാതെ നിന്നിൽ നിന്ന് പറ്റിപ്പോയ ചില കുരുക്കുകൾ രാത്രി ചിലത് ഇവിടെ കരിച്ചു കളയുന്ന ഒരു കാഴ്ച എന്നെ കർത്താവിനെ കാണിക്കുന്നു. കരിച്ചു കളയുക. ഞാനിങ്ങനെ കാണുന്നേ, ഈ വയലിലൊക്കെ മരുന്നടിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതുമായിട്ട് ഇന്ന് ഒരു ദൂതൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിലതിന്റെ തലയ്ക്കകത്തേക്ക് കരിച്ചു കളയുക. പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കുക. എന്റെ ശബ്ദത്തിനകത്ത് അഭിഷേകം വ്യാപരിക്കുക. ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ആത്മനിയോഗത്തിൽ അതിനെ സ്വീകരിക്കുക. നമുക്കിങ്ങനെ പൊളിക്കണം. പ്രാർത്ഥിക്കുക. മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, ഓ മഹത്വമേ, പിൻപടയായി വരുന്ന മഹത്വമേ, ഓ മഹത്വമേ. ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അകത്തേക്ക് കയറിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് രാത്രി റൈറ്റ് ചെയറുകൾ ഒന്ന് പറഞ്ഞേ, റൈറ്റ് ചെയറുകൾ, റൈറ്റ് ടേബിളുകൾ, പറഞ്ഞോ. ഇതിലേക്ക് സഭ മടങ്ങി വരണം. കഴിഞ്ഞ സെക്ഷനിൽ നിങ്ങളുടെ മേൽ വീണു ഒരഭിഷേകം മതി നിങ്ങൾ രക്ഷപ്പെടാൻ. പക്ഷേ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. കാരണം എവിടെയോ നമ്മളറിയാതെ ഈ ചെയറുകളിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. എന്നോട് ഉണ്ടോ? ഈ ടേബിളുകളിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ ഈ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ അതിനെ ആത്മാവിൽ കയറി യുദ്ധം ചെയ്യും. ഞാൻ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കും, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എഴുതി കുറിച്ച് വെച്ചോ, ഈ സമയം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 21 ദിവസം ഇരിക്കുന്നതിനേക്കാൾ എഫക്റ്റാ ഈ ദൂതൻ രാത്രി ഞാൻ ചെയ്യുന്നതെന്ന് പരിശുദ്ധാത്മാവനടുത്ത് പ്രവചിക്കാൻ പറയുക. ഈ വിത്തുപോയത് വേറൊരു ലോകത്താണ്. എന്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്ത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ അവിടെ കർത്താവുമായിട്ട് കാലേപ്പിടുത്തമല്ലാതെ കര ഉയർത്തി ഒന്ന് പിടിച്ച് യേശുവേ വാഴ്ത്തിയിടുന്നേ യേശുനാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റും. ഈ ഹോൾ ഈ ടെന്റ് മൊത്തം യേശുവിനെ കൊണ്ട് യേശുനാമത്തിൽ പറഞ്ഞ ആ നാമത്തിൽ യേശുനാമത്തിൽ യേശുനാമത്തിൽ അതിശയമായി അനുഗ്രഹമായി എന്നെ നയിക്കും. ഓ
അതിശയമാ അനുഗ്രഹമാ എന്നെ നടത്തും. ആ നാമത്തിൽ കോട്ടയത്ത് എത്രത്തോളം നിങ്ങൾക്ക് ശബ്ദം ഉയർത്താമോ? ഈ പട്ടണം മുഴുവൻ അവന്റെ പേര് പറയട്ടെ. യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ അതിശയമാ അത്ഭുതമാ എന്നെ നടത്തും. ഞങ്ങളത് കാണും. ഞങ്ങൾ അത് കാണും. എൻ ദേശങ്ങൾ അത് കാണും. ഈ ദേശത്തിൽ വിതച്ച തലമുറകൾ അത് കിളിക്കാൻ പോവാ. യേശുവിൻ നാമത്തിൽ ഞങ്ങളത് കാണും. ഞങ്ങൾ അത് കാണും. എൻ ദേശങ്ങൾ അത് കാണും. എൻ തലമുറകൾ അത് കാണും. യേശുവിൻ നാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ മാത്രം യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ നാമത്തിൽ യേശുനാമത്തിൽ. ഇന്ന് രാത്രി വിശ്വസിക്കേ റിയാക്ഷന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. എന്റെ കൂടാമേ പറയാമെങ്കിൽ ആമേ പറയുക. എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നോ കേറി വന്ന റിയാക്ഷന് റൈറ്റ് ആക്ഷനിലൂടെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. അവന്റെ പേരറിയാമെങ്കിൽ വിളിച്ചു പറ. നസ്രയനായ വിളിച്ചു പറഞ്ഞേ. നസ്രയനായ കേരളത്തെ ഇളക്കും, പട്ടണങ്ങളെ അത് ഇളക്കും. അഭിഷക്തന്മാർ നിങ്ങളത് റെഡി ആയിക്കോണം. നിങ്ങളുടെ കാലുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. എന്തോ വലിയ റൈറ്റ് ആക്ഷനുകൾ ചെയ്യാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. കേരളത്തിന്റെ ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്ന സകല നെഗറ്റീവ് ആക്ഷനെ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പ്രാപിക്കാമെങ്കിൽ പ്രാപിക്ക്. നിന്റെ വീടിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത്, നിന്റെ ഭാവിക്കകത്ത്, നിന്റെ യാത്രക്കകത്ത് ആ പിടുത്തത്തെ ഞാൻ ഇന്ന് രാത്രി വയ്ക്ക്. കരമടിച്ചതിനെ സ്വീകരിക്കുക, കരമടിച്ചതിനെ സ്വീകരിക്കുക, വായുകൾ തുറന്നതിനെ സ്വീകരിക്കുക, ശബ്ദം ഉയർത്തിയതിനെ സ്വീകരിക്കുക. ചില സഹോദരിമാരുടെ മേൽ ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ ചില സഹോദരന്മാരുടെ മേൽ ആയുധങ്ങൾ കൈമാറുക. ആ സഹോദരൻ തൊട്ടോ. ഇന്ന് വന്നപ്പോ തൊട്ട് കർത്താവനെന്ന് പറയുന്നു. അവനെ തൊട്ടോ. അവനെ ഞാനല്ല കൈവെക്കുന്നത്, ഞാനല്ല കൈവെക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. കരമടിച്ചതിനെ സ്വീകരിക്കുക, കരമടിച്ചതിനെ സ്വീകരിക്കുക. വായികൾ തുറന്ന് പ്രാർത്ഥിക്കുക. എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ട ചെയ്യ. ആരുടെ കൈകളിൽ ഇപ്പൊ വെട്ടിയാൽ നിനക്കൊരു വിടുതൽ കിട്ടും.
ഇപ്പൊ വെട്ടിയാൽ നിനക്കൊരു വിടുതൽ കിട്ടും. ഈ മീറ്റിംഗിന്റെ അവസാനം എനിക്കിങ്ങനെ ശുശ്രൂഷിക്കാൻ അറിഞ്ഞൂടാ, കാരണം ഇത് ഞാനല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, അവസാനം പ്രാർത്ഥിച്ചത് ഇപ്പൊ പ്രാർത്ഥിക്കുക. ഇപ്പൊ നീ വെട്ട 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 വെട്ട. നിന്റെ യാത്രകൾക്ക് വിരോധമായി, നിന്റെ അഭിഷേകത്തിന്റെ വർധനകൾക്ക് വിരോധമായി, നീ പ്രാപിക്കുന്നതിന് വിരോധമായി, നിന്റെ അകത്ത് കത്തുന്ന കൃപാവരങ്ങൾക്ക്, നിന്റെ വചന വെളിപ്പാടുകൾ അത് ശോഭിക്കാതെ അക്കുരുട്ട് കണ്ണാക്കുന്ന ദുരാത്മാവിനെ ഇന്ന് രാത്രി ഇതിനകത്ത് വലിയ വിടുതൽ നടക്കുക. എന്താ ചെയ്യേണ്ടത് വെച്ച് ചെയ്തോ, എന്താ പ്രാപിക്കേണ്ടത് വെച്ച് പ്രാപിക്കുക. വഴി തുറന്നു വരാൻ പറ. ഇപ്പൊ പറ, വാതിൽ തുറന്നാ വരാൻ പറ. ഇപ്പൊ പറ, എന്റെ ഡോറുകൾ ഓപ്പൺ ആകാൻ പറ. ഇപ്പൊ പറ, ഞാൻ സൗഖ്യമാകാൻ പറ. ഇപ്പോൾ എന്റെ വീടിനകത്ത് ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പറ. എന്റെ മിനിസ്ട്രി ഇങ്ങനെ പോയാ പോരാ. ടേക്ക് ഓഫുകൾ ഇന്ന് രാത്രി സമയമാണ്. Ora katala matere re veteri adaram tanari adaram se. Ora baba thala matere re 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 katala mate. Uda manare ga sheteri meni adaram tana. Antuna proudaram sheteri adaram te. Ora baba te. Shuda mache. Namatil. Yesu namatil. എന്നിൽ നിന്ന് വന്നുപോയ എല്ലാ നെഗറ്റീവായ വിത്തുകളെ യേശുവിന്റെ നാമത്തിൽ കരിഞ്ഞു മാറുക, കരിഞ്ഞു മാറുക, കരിഞ്ഞു മാറുക, കരിഞ്ഞു മാറുക, കരിഞ്ഞു മാറുക, കരിഞ്ഞു മാറുക. ഇതൊന്ന് പൊട്ടിയാൽ, ഈ വിടുതൽ നിന്റെ മേൽ സംഭവിച്ചാൽ, ഇന്ന് രാത്രി ഞാൻ പറയാ, ഇന്ത്യ ഇതുവരെ കാണാത്ത പ്രഭാത കോട്ടയം ഇതുവരെ കാണാത്ത ചില അഭിഷക്തന്മാരുടെ എഴുന്നേൽപ്പുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ആമേൻ പറഞ്ഞ് യേശുനാമത്തിൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുനാമത്തിൽ 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 ഓ ആനാമത്തിൽ യേശുനാമത്തിൽ ആനാമത്തിൽ യേശുനാമത്തിൽ നിങ്ങളുടെ മേലെ വിടുതൽ നടക്കും. നമ്മൾ ഇന്ന് രാത്രി കുറച്ച് റൈറ്റ് റിയാക്ഷനെ കുറിച്ചൊന്ന് പറയുക. റോങ് അവിടെ നിൽക്കട്ടെ, പ്രാർത്ഥിക്കും. ബൈബിൾ തുടങ്ങുന്നത് റൈറ്റ് റിയാക്ഷനിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം 1 വിളിച്ചു പറഞ്ഞു, ഉണ്ടാകട്ടെ. നിങ്ങൾ കേട്ടോ ഇത്? കേട്ടോ ഇത്? എന്ത് സംഭവിക്കും? ഇത് റൈറ്റ് റിയാക്ഷനാണ്. ഉണ്ടായേ, ആകാശം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ. ഇരിക്കെ പ്രഭാതന പ്രഭാതന. വിശ്വാസേ, ഇത് പറഞ്ഞാൽ എന്തു പറ്റും? ഇത് അൻസൻ കൊല്ലത്തിന്റെ തിയോളജി അല്ല. ബൈബിൾ പറയുന്നു, മരണവും ജീവനും നിന്റെ നാവിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റോങ് റിയാക്ഷൻ വേണ്ട.
റോങ് ആക്ഷൻ വേണ്ട, പിന്നെന്തു വേണം? വിളിച്ചു പറ, ചിലത് ഉണ്ടായി വരാ. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഈ പുസ്തകം തുടങ്ങുന്നത് റിയാക്ഷനിലും റിയാക്ഷനിലുമാണ്. ഉണ്ടോ എന്റെ കൂടെ? ഈ പുസ്തകം തുടങ്ങുന്നത് സന്തോഷിച്ച ആക്ഷനിലും റിയാക്ഷനിലും. ഇനി ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചോ? ബോധ്യായോ? കൈ ഒന്ന് കാണിക്കും. ഒത്തിരി പേരെ കർത്താവ് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ല, ഞാൻ കൈവെക്കത്തില്ല, പക്ഷെ ഈ ദൂതിനകത്തൊരു കൈവെപ്പുണ്ട്, ഈ ദൂതിനകത്തൊരു വിടുതലുണ്ട്. ഉണ്ടാകട്ടെ. എന്താ പറ്റിയ മിനിറ്റിനകം വരട്ടെ. എന്തുകൊണ്ട് സഭയ്ക്ക് ഈ തലങ്ങളിൽ നിങ്ങളുടെ അധികാരങ്ങളെ ഉപയോഗിച്ചുകൂടാ? പറ, ഇപ്പൊ വിളിച്ചു പറ. അന്തരീക്ഷം ടെന്റിനകത്ത് റെഡിയായി കിടക്കുക. സൗഖ്യം ആകട്ടെ, വാതിലുകൾ തുറക്കട്ടെ. വിളിച്ചു പറ, വിളിച്ചു പറ. ഓപ്പൺ ആകും, വാതിലുകൾ തുറക്കും. തുറക്കും ബ്രദറെ. ഞാൻ പ്രവാചകനല്ല, പക്ഷെ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ അന്തരീക്ഷത്തിൽ വിളിച്ചു പറയുക, ഇതിനകത്തൊരു ആക്ഷൻ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. ഈ മീറ്റിംഗിന് വേണ്ടി അമേൻ ഒരു പോസ്റ്ററെങ്കിലും ഒട്ടിച്ചവന്റെ ഗതിയെ ദൈവം മാറ്റുമെന്ന് പ്രവചിക്കുക. ഇന്ന് രാത്രി ആത്മാവെന്നെ ദുർബന്ധിക്കുക. എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേ പറഞ്ഞിട്ട് ഉറക്കം കളഞ്ഞ എന്തോ ഒരു ആക്ഷൻ നീ ചെയ്ത് റിയാക്ഷൻ വരാൻ പോകുക. വരും 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 വരും. ബാക്കിൽ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുന്നു. ആ ടെന്റിന്റെ പുറത്ത് ഗ്ലോറി വ്യാപരിക്കുന്നു. 2022 സെപ്റ്റംബർ ഒക്ടോബർ, കഴിഞ്ഞ സെപ്റ്റംബറും കഴിഞ്ഞ ഒക്ടോബറും ഞാൻ കണ്ടത് അസാധാരണമായ പുതപ്പുകൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജനത്തിന്റെ മേൽ വീഴുകയാ. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരികയാ. ഇത് പ്രവചനമല്ല, പക്ഷെ ഇതൊരു ആക്ഷനാണ്. എഴുന്നേറ്റ് വരട്ടെ. പറ, വിളിച്ചു പറഞ്ഞേ, വിളിച്ചു പറഞ്ഞേ. ചർച്ചകളുള്ള പാസ്റ്റർമാർ കൈ കാണിക്കുക. വിളിച്ചു പറ. യാത്രകൾ കെട്ടിക്കിടക്കുകയാണ്. വിളിച്ചു പറ. നിന്റെ തലമുറയുടെ ഭാവി അടഞ്ഞിരിക്കുകയാണോ? വിളിച്ചു പറ. ആക്ഷൻ ചെയ്യ. നിന്റെ സാമ്പത്തികം കെട്ടിക്കിടക്കുവാണോ? ഇന്ന് രാത്രി ആക്ഷൻ ചെയ്യ. നിങ്ങൾ സത്യം പറഞ്ഞ പേടിയാ? നിങ്ങളെ പേടിയാ? കാരണം നിങ്ങൾ എന്നെ പ്രസംഗിക്കാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതിനകത്തൂടെ ഒരു കാര്യം നടക്കുമെന്ന് സന്തോഷം എൻ്റെ കർത്താവ് പറഞ്ഞു. ആക്ഷൻ എന്ത് പറ്റും? റിയാക്ഷൻ. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റും. പക്ഷെ എനിക്കിതൊന്നും അല്ല പറയാനുള്ളത്. ചില അഭിഷക്തന്മാരോട് പറയാനുള്ള ഒരു ദൂതുവാട്ട കർത്താവിനെ ഇങ്ങോട്ട് വിട്ടത്. ബൈബിൾ തന്നേടാ. ഞാനേ ചില അഭിഷക്തന്മാരോട് പറയാൻ ഉള്ള ദൂതുവാട്ട കർത്താവ് എന്നെ അയച്ചു. ഇതിനാമേൻ പറയണം. ആക്ഷനും ഉണ്ട്, റിയാക്ഷനും ഉണ്ട്. ഒരു കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ഈ അബ്രഹാം യുദ്ധമൊക്കെ കഴിഞ്ഞു വരുമ്പോ ഈ സോദോം രാജാവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. കേട്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ കൊള്ളാം, നല്ല ചെറുക്കനാ, കൊള്ളാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പക്ഷെ അബ്രഹാം തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. നാളെ
അബ്രഹാമിനെ നീ അനുഗ്രഹിച്ചെന്ന് വന്ന് പറയാതിരിക്കാൻ എനിക്ക് നിന്റെ അനുഗ്രഹം വേണ്ട. അഭിഷക്തന്മാർക്ക് തൻ്റെ ഇടമുണ്ടോ? നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ നെഗറ്റീവായ ഓഫറിംഗ് നിന്റെ കൈക്കകത്ത് കയറരുത്. നെഗറ്റീവായ ദർശാംശം നിന്റെ കൈക്കകത്ത് കയറരുത്. നെഗറ്റീവായ ഫണ്ട് നീ ചോദിച്ചു വാങ്ങിക്കരുത്. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, അങ്ങനാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരാക്ഷൻ ഈ ദിവസങ്ങളിൽ. എടാ മോനെ, ഈ അബ്രഹാം ആ സമയങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ആളല്ല. കോമൺലി ഇച്ചിരി അനുഗ്രഹങ്ങളൊക്കെ ഉള്ള ആളാണ്. ഇവൻ പറഞ്ഞു, അബ്രഹാമിനെ നീ അനുഗ്രഹിച്ചെന്ന് നാളെ എല്ലാ അച്ചാച്ചന്മാരും പറയാതിരിക്കാൻ എനിക്കിത് വേണ്ട. എന്തോ തൻ്റെ ഇടോ, എന്തോ തൻ്റെ ഇടോ അത്. നിന്റെ ചെരുപ്പാകട്ടെ, നിന്റെ വാറാകട്ടെ, ഓ നിന്റെ വള്ളിയാകട്ടെ, എന്തോ ആകട്ടെ, എനിക്കത് വേണ്ട. എനിക്കൊരു ദൈവത്തെ അറിയാം. എന്റെ അടുത്ത് കർത്താവ് പറഞ്ഞ ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരും. അസാധാരണമായ എത്തിക്സ് ഉള്ളവർ, അസാധാരണമായ സ്റ്റാൻഡേർഡ് ഉള്ളവർ, അസാധാരണമായ കരുത്തുള്ളവർ, അസാധാരണമായ കപ്പാസിറ്റി ഉള്ളവർ, ഒരുത്തന്റെയും മുമ്പിൽ മുട്ടുമടക്കാത്ത, മീറ്റിംഗിലേക്ക് വീട്ടിയിരിക്കണം. ഇന്ന് രാത്രി ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ പറഞ്ഞോ, ദൈവം എന്നെ അനുഗ്രഹിക്കാം. തന്നെയാണോ? ഇതൊരു തന്നെയാണോ അച്ഛാ? ആരാധനാമയം പറയുന്നത്? ഇതൊരു തന്നെയാണോ അഭിഷേകത്തിന്? തുടങ്ങിയോ? കേരളത്തിന് എന്താ പ്രശ്നം? അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണോ? സന്തോഷ, അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണോ? ഉണർവ് മീറ്റുകൾ ഇല്ലാഞ്ഞിട്ടാണോ? എത്തിക്സ് ഇല്ലാത്തൊരു തലമുറ. അവിടെയും തല കാണിക്കും, ഇവിടെയും തല കാണിക്കും. ഒരു തലമുറ ഉണർവിന് വേണ്ടി മാറി നിൽക്കാമോ? എത്ര പേര് ആമേൻ പറയും? മനുഷ്യ, ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരും. ഇതൊരു തന്റെടോ. പറഞ്ഞ ഓർമ്മയുണ്ടോ? പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്നെ നോക്ക്, എന്നെ നോക്കിക്കോ. നിന്റെ ചെരുപ്പാകട്ടെ, ഇതെനിക്ക് വേണ്ട. ഇതൊരു ആക്ഷൻ ആയിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ. ഇത് അബ്രഹാം ആത്മമണ്ഡലത്തിൽ വലിച്ചെറിഞ്ഞ വാക്കാ, എനിക്കിത് വേണ്ട. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കത് വേണ്ട. ആ മീറ്റിംഗ് എനിക്ക് വേണ്ട, അവിടെ ഞാൻ പോത്തില്ല. ഇന്ന് രാത്രി അങ്ങനെ പറയാമെങ്കിൽ നിനക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത അളവിൽ ഒരു കാര്യം കേൾക്കണം. ഇന്ന് വൈകുന്നേരം ഈ മീറ്റിംഗിന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വഴി വെച്ചൊരു അഭിഷക്തനെ കണ്ടു. കേരളത്തിലെ സോഷ്യൽ മീഡിയകൾ വലിച്ചു കീറി ഒട്ടിച്ച ഒരു ദൈവ മനുഷ്യൻ. എല്ലാവരുടെയും വിചാരം അദ്ദേഹം വീട്ടിലിരിക്കുമോ? എന്റെ അറിവില് ഈ ലോക്ക്ഡൌണിൽ ഏറ്റവും കൂടുതൽ വിദേശ യാത്ര ചെയ്ത അഭിഷക്തൻ അദ്ദേഹം. ഒറ്റ പോസ്റ്റർ ഇല്ല, ഫേസ്ബുക്ക് അദ്ദേഹത്തിനില്ല, യൂട്യൂബ് അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിനറിയാം, പറഞ്ഞു, ഞാൻ ആരെ പ്രസംഗിക്കുന്നു, ഞാൻ ആരെ അറിയുന്നു, ഞാൻ ആരെ വിളിച്ചിരിക്കുന്നു. ഇതൊരു തന്റേടവാ. ആരെങ്കിലും ഉണ്ടോ? എന്താ പറ്റിയ? സ്തോത്രം പോയോ? അഭിഷേകമാണെങ്കിൽ മൊത്തം അഭിഷേകം, റിവൈവൽ ആണെങ്കിൽ മൊത്തം റിവൈവൽ. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നിന്റെ സ്റ്റാൻഡ് നോക്കും.
പിണങ്ങിയോ ലജ? ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നീ ഈ യാക്കോബിന്റെ അടുത്ത് ചോദിച്ചു പോലെ നീ ആരാന്ന് ചോദിക്കും. രാത്രി ചിലതിനെ ദൈവം ഉപയോഗിക്കാൻ പോവോ? ദൈവാത്മാവ് ചോദിക്കും നീ ആരാ? പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. കർത്താവിനടുത്ത് പറയുന്നു, അസാധാരണമായ ക്യാരക്ടറും അസാധാരണമായ സ്വഭാവവും അസാധാരണമായ എത്തിക്സും വാക്കുമാറാത്തൊരു തലമുറ. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. നിങ്ങൾ എന്റെ കൂടെ ആമേൻ പറയോ? ദൈവം നിന്നെ ഉപയോഗിക്കും. ഇവിടെ നിൽക്കുന്ന അടുത്തൊരു നേരെ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോട് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഇന്ത്യ ഇതുവരെ കാണാത്ത ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരുന്ന രാത്രി. അതിനു മുമ്പ് ദൈവം ചോദിക്കുന്നു ഒരു ക്യാരക്ടർ, ഒരു എത്തിക്സ്. എനിക്കറിയാം ഈ ടെൻഡറുകളിനകത്ത് ഇത്രയും മെസ്സേജുകൾ നടന്നെങ്കിലും ഈ തലത്തിൽ ഇതിന് മുകളിൽ ദൈവം നിന്റെ അഭിഷക്തന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. അത് ഞാൻ പ്ലാൻ ചെയ്തു വന്നതല്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞ് കർത്താവിനോട് സംസാരിച്ച കാര്യം ഞാൻ പറയുന്നു. ഒരു തലമുറ ഇവിടെ മാറി നിൽക്കും. നിന്റെ പണം വേണ്ട, നിന്റെ സമ്പത്ത് വേണ്ട, നിന്റെ അനുഗ്രഹം വേണ്ട, നിന്റെ കാർ എനിക്ക് വേണ്ട, നിന്റെ സ്റ്റേജ് എനിക്ക് വേണ്ട. എന്നെ വിളിച്ചത് ആരാണെന്ന് ചിലമേൽ അഭിഷേകം കറുത്ത ഷർട്ട് ഇടുന്നവൻ എന്നും കറുത്ത ഷർട്ട് ഇടണം. പടങ്ങരുത്. IPC വിളിച്ച് ഇന്ന് രാവിലെ ഞാൻ AG-യുടെ മീറ്റിംഗിനാണ് പ്രസംഗിച്ചത്. ഇതേ ഷർട്ട് ഇട്ട പ്രസംഗിച്ചത്. നീ ആരെയാ പേടിക്കുന്നത്? യോ 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 നിനക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് ദൈവം നോക്കും. നിനക്കൊരു എത്തിക്സ് ഉണ്ടോ എന്ന് ദൈവം നോക്കും. അങ്ങനെയാണെങ്കിൽ ഒരുത്തനും പിടിച്ചടക്കാൻ പറ്റാത്ത ദൈവശക്തിയുടെ നിയോഗം നിന്റെ മേൽ ദൈവാത്മാവിന്റെ രാത്രി പകരും. ഒരു പേടിയില്ലെന്ന് രാത്രി പ്രസംഗിക്കാം. ഒരു ഫസ്റ്റ് ഒരു വിമർശനം വന്നപ്പോൾ ഞാൻ പേടിച്ചു. അതിനുശേഷം വഴി തുറക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ കരഞ്ഞച്ച ഈ കാര്യം ഈ പ്രസംഗിക്കുന്നെങ്കിലും 30 വയസ്സേ ഉള്ളൂ. എന്റെ പൊന്നച്ച, നിങ്ങളുടെ വിമർശനം എടുക്കാനുള്ള ത്രാണിയൊന്നുമില്ല. പക്ഷേ അകത്തിന്റെ അടുത്ത് കത്തോളൂ, ഞാനാ നിന്നെ വിളിച്ച്, ഞാനാ നിന്നെ അനുഗ്രഹിച്ച്, ഞാനാ നിന്നെ. ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരികയാ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചിലതിനെ അഭിഷേകം ചെയ്യും. കരമടിച്ച് 2 മിനിറ്റ് അത് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. അന്യഭാഷകളിലോ ആത്മാവിലൊക്കെ പ്രാർത്ഥിച്ചോ. അടുത്തിരിക്കുന്നവരെ കൈ ഒന്ന് കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചോ. ഈ ടെന്റിനകത്ത് ടെന്റുകൾ ദൈവത്തിന്റെ ഉടമ്പടികളെ കുറിക്കുന്നതാണ്. ഇവിടെ നിനക്കൊരു ഉടമ്പടി എടുക്കാമോ? പണം വേണ്ടപ്പ പറ. ഒരു കാറിന് വേണ്ടി നീ ഒരു ദൂത് പറയരുത്. ഒരു കൂട്ടം അഭിഷക്തന്മാരാ, നിങ്ങൾ ഈ ദൂത് കേൾക്കണം. ഒരു യാത്രയില്ലെങ്കിൽ നീ പോകണ്ട. എന്നോടുണ്ടോ? 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 ദൈവം നിന്നെ നോക്കും. ഇതിനകത്ത് നിനക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ
നിന്റെ മുമ്പിൽ അമ്മേ ചാക്കുകെട്ടുകൾ തുറന്നിട്ടതുപോലെ ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. ഇന്ന് രാത്രി ആത്മാവ് എടുത്തു പറയുന്നു, കഴിഞ്ഞ 2.5 വർഷം നീ അസാധാരണമായി ദൈവം നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ദൈവം ചിലതിന് 2022 തീരുന്നതിന് മുമ്പ് ഇന്ത്യൻ ഉണർവിന് വേണ്ടി തുറന്നു വിടുകയാ. അത് മനസ്സിലാകുന്നവർ കരമടിച്ച ദൈവത്തിന് ആരാധന കൊടുത്ത് കരമടിച്ച് ശബ്ദമുയർത്തി കർത്താവിനോട് പ്രവചിക്കുന്നു, ചിലതിനെ ഞാൻ തുറന്നു വിടാൻ പോവാ, ചിലതിനെ ഞാൻ തുറന്നു വിടാൻ പോവാ. ഞാൻ നിന്നെ നോക്കുമായിരുന്നു, ഞാൻ നിന്നെ പഠിക്കുമായിരുന്നു. തിരിച്ചു കയറുന്ന കാഴ്ച എന്നെ കാണിക്കും. യേശുനാമത്തിൽ യേശുനാമത്തിൽ ആരെ ഉയർത്തിക്കോ. യേശുനാമത്തിൽ നാമം ഉയരട്ടെ. യേശുനാമത്തിൽ. ഞാൻ രാവിലെ വരണ്ടായിരുന്നു, ഇപ്പൊ തോന്നുന്നു ഇത്തിരി സമയം എടുത്ത് പറയാം. മതി മതി. നിങ്ങൾക്കൊരു എത്തിക്സ് ഉണ്ടോ? നിങ്ങളുടെ കാലുകൾക്ക് ഉറപ്പുണ്ടോ? നീ ശരിയിലാ നിൽക്കുന്നതെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? ആർക്കാ ഉറപ്പുള്ളേ? ഇന്ന് രാത്രി പറയും, കർത്താവ് പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാമിനോട് ആമേൻ ഉൽപ്പത്തി പുസ്തകത്തിൽ സംസാരിച്ചതുപോലെ ചിലരോട് ഈ ടെന്റിനകത്ത് കർത്താവ് ഇറങ്ങി പറയാ, ഞാൻ നിന്നെ ഉപയോഗിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ. രാത്രി ആരാമേ പറയുന്നത്? കരമുയർത്തി ശബ്ദമുയർത്തി ആമേ പറ. നിന്റെ ചെരുപ്പ് എനിക്ക് വേണ്ട. പറയണം പറയണം പറയണം, ദേവസനെ പറയണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ചർച്ചിനകത്ത് മാത്രമല്ല, ചർച്ചിനകത്ത് പുറത്തും ഒരു എത്തിസുള്ള ഒരു തലമുറ ദൈവം നോക്കുന്നു. ഇവിടെ ചാടുന്നവരല്ല, ഇവിടെ കൈയടിക്കുന്നവരല്ല, ഒരു തലമുറയുടെ പുറത്തെ ചാട്ടം കർത്താവ് ഇന്ന് രാത്രി നോക്കുന്നുണ്ട്. അങ്ങനെയുള്ളവന്റെ മേൽ ഇന്ന് രാത്രി നിലനിൽക്കുന്ന ഒരഭിഷേകം വീഴാൻ പോവാ. അനീഷ, ഈ വാക്ക് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയാം? അബ്രഹാം പറഞ്ഞു, നിന്റെ ചെരുപ്പാകട്ടെ, നിന്റെ എന്തോ ആകട്ടെ, ഇതവൻ പ്രഖ്യാപിച്ചിട്ടു. എന്നെ നോക്കിയേ, അവന്റെ ലൈഫിനകത്ത് ഇത് പ്രഖ്യാപിച്ചിട്ടു. പിന്നെ ഇപ്പൊ ഇവൻ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിനാ പ്രശ്നം. ഇവൻ ഉപയോഗിക്കപ്പെട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ശുശ്രൂഷിക്ക് വേണ്ടി ഇറങ്ങി ആരെങ്കിലും ഉണ്ടോ? ഇവിടെ കൈ കാണിക്ക്, പറ, വിളിച്ചു പറ, ദൈവം എന്നെ ഉപയോഗിക്കും. അന്തരീക്ഷത്തിൽ പറഞ്ഞിട പറഞ്ഞു നിറയ്ക്ക. കഴിഞ്ഞ 2.5 വർഷം ലോക്ക്ഡൌണിൽ ഞാൻ പാടിക്കൊണ്ടു നടന്നു, ഉപയോഗിക്കണേ ഇനിയുമെന്നെ ഉണർവിനാ, ഉപയോഗിക്കണേ. എന്തു നീ പറയുന്നു അത് നീ കാണും, എന്തു നീ വിശ്വസിക്കുന്നു അത് നീ കാണും. പാടിയ ഉണർവിനാ ഉപയോഗിക്കണേ. ഇത് രാജേഷന്റെ പാട്ടാണ്, പക്ഷെ ഈ പാട്ട് കിടക്കുന്നത് എന്റെ പേരിൽ. ആ ദേവദാസൻ അത് എഴുതിയെങ്കിലും ഞാനാ ഏറ്റവും കൂടുതൽ അത് പാടിയത്. അങ്ങനാണെങ്കിൽ ദൈവത്തിന് എന്നെ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ആമേൻ പറയാമെങ്കിൽ പറ, ഉപയോഗിക്കണേ. ശബ്ദം ഉയർത്തി, ഇനി ഉണർവിനാ ഉപയോഗിക്കണേ.
ജനം ഒന്ന് പാടിയ, നിങ്ങളൊന്ന് പാടിയ. ഉപയോഗി ഉപയോഗി. ശബ്ദം ഉയർത്തി, കരം ഉയർത്തി പിടിച്ച് ഉണർവിനാ ഉപയോഗിക്കണേ. ഓരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിയിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഏത് ഒരു ആക്ഷനും ഒരു റിയാക്ഷനും ഉണ്ട്. കേട്ടോ 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 കേട്ടോ. ഏതൊരു ആക്ഷനും നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാണെങ്കിലും റിയാക്ഷൻ ഉണ്ട്. അബ്രഹാം പറഞ്ഞിട്ട് കൊടുത്തു, നിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട, നിന്റെ പണം എനിക്ക് വേണ്ട, നീ എന്നെ അനുഗ്രഹിച്ചതെന്നാണ് പറയാതിരിക്കുക. എന്റെ ദൈവമക്കളെ, അനുഗ്രഹത്തിന്റെ പെരുമഴയായിരുന്നു. നിങ്ങൾ അടുത്ത മിനിറ്റ് പ്രാർത്ഥിക്കണം. നമുക്കിതിനെ ഒന്ന് സ്വീകരിക്കണം. കർത്താവിനെ ഏൽപ്പിച്ച ജനുവിനായ ഈ സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. കര ഉയർത്തിപ്പിടിച്ച് കർത്താവെ, സന്തോഷമില്ല മറ്റൊന്നിൽ, ആനന്ദമില്ല മറ്റൊന്നിൽ, സന്തോഷമില്ല മറ്റൊന്നിൽ, ആനന്ദമില്ല നിൻ സാന്നിധ്യം യേശുവേ, നിൻ സാന്നിധ്യം യേശു. ഒരു പ്രാവശ്യം ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ. ഇനിയും എന്നെ ഉണർവിനാ ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ. രാത്രി നമ്മള് റോങ് ആക്ഷൻ അല്ല, റൈറ്റ് ആക്ഷനെ കുറിച്ച് ഞാൻ പറയുക. ഇത് പറയുമ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കുകയോ പ്രാപിക്കുകയോ നിങ്ങൾക്ക് എന്താ ചെയ്യണ്ടേ അത് ചെയ്തോണം. മാസി അപ്പുറം റോങ് ആക്ഷനിലൂടെ കേറിക്കേ ഇത് മാറ്റിക്കണേ. നീ എന്നെ നോക്കി, നീ റോങ് ആക്ഷൻ നിനക്ക് പറ്റിയാൽ നിനക്ക് പലതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. നിങ്ങൾ അമ്മയും പറഞ്ഞില്ലല്ലോ, റൈറ്റ് ആക്ഷൻ ചെയ്താൽ നിനക്ക് കയറി വരാൻ പറ്റും. കയറി വാ. ഈ ആദം ഉൽപ്പത്തിയിൽ ഇത് ഒത്തിരി കാണാൻ പറ്റും. റോങ് ആക്ഷൻ ചെയ്തു പുറത്തുപോയി. ഒരാദം റോങ് ആക്ഷൻ ചെയ്ത് പുറത്തു പോയപ്പോ ദൈവം ഒടുക്കത്തെ ആദാമിനെ എഴുന്നേൽപ്പിച്ചു. അത് തെറ്റിപ്പോകാത്ത ആക്ഷൻ ആയിരുന്നു. വേറൊരു റൈറ്റ് ആക്ഷൻ വരികയാണ്. വേറൊരു റൈറ്റ് ആക്ഷൻ വരികയാണ്. ഈ ആക്ഷന്റെ പ്രത്യേകത, അന്ന് വരെ ചെറിയതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില രീതികൾ, പൊടിക്കൈകൾ നിലവിലുണ്ട്. പക്ഷേ എന്തു ചെയ്തിട്ടും ഒരു തലമുറ സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ ഒരു റൈറ്റ് ആക്ഷൻ വരികയാണ്. അറിയാമോ? പറ. നസ്രയനായ ഈ ആക്ഷന്റെ പ്രത്യേകത ഞാൻ പറയാം. സകല റോങ് ആക്ഷനുകളെയും ഇത് വീണിക്കളഞ്ഞു. പ്രാപിക്കാൻ നിയോഗമുള്ളവർ പ്രാപിച്ചോളൂ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഒരാളെ ഉയർത്തുകയാ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഒരാളെ ഉയർത്തുകയാ. നസ്രയനായ വിളിച്ചു പറ,
വിളിച്ചു പറ. ഇതിനകത്ത് ഒരാൾ വിടുവിക്കപ്പെടുമെന്നല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ സകല ദളത്തിന്റെയും വ്യാപരിക്കുന്ന സകല റോം റിയാക്ഷനെയും ക്രൂശിൽ പ്രാപിക്ക്. ഇന്ന് രാത്രി ആക്ഷൻ ഇവിടെ വെളിപ്പെടുകയോ, കര ഉയർത്തിപ്പിടിക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ചിന്തോ സന്തന പ്രഭാതം ഒരു റൈറ്റ് ആക്ഷൻ. ഞാനത് പറയുന്നതിന് മുമ്പിട്ട് ക്രൂശ് റൈറ്റ് ആക്ഷൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പോട്ട് ഒരു കാര്യം എനിക്ക് പറയണം. ഒരു അഭിഷക്തൻ എന്ന നിലയിൽ നിങ്ങളുടെ മാനസാന്തരം, നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ അനുതാപനം, നിങ്ങളുടെ തേങ്ങലുകൾ, നിങ്ങളുടെ മടങ്ങിവരവുകൾ അസാധാരണമായ ആക്ഷനുകൾ ഉണ്ടാക്കും. കേട്ടില്ല. ഒരഭിഷക്തന്റെ മാനസാന്തരം റിവൈവൽ ഉണ്ടാക്കും. ഒരഭിഷക്തന്റെ മടങ്ങിവരവ് റിവൈവൽ ഉണ്ടാക്കും. ഇന്ന് രാത്രി 10 റിവൈവലിനകത്ത് ഞാൻ ചോദിക്കുക, അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ്, ഉണർവിനകത്ത് പ്രാപിക്കുന്നതിന് മുമ്പ് ഒരു മാനസാന്തരത്തിന്റെ ഹൃദയം എനിക്ക് വേണമെന്ന് പറയാം. ഒരു ആക്ഷൻ ആച്ച. നിന്റെ കണ്ണീരിന് നിന്റെ ജീവിതത്തെ തിരിക്കാൻ പറ്റും. നിന്റെ അനുതാപനത്തിന് നിന്റെ ജീവിതത്തെ തിരിക്കാൻ പറ്റും. ആരാ എന്റെ കൂടെ? ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഭാഗങ്ങളിൽ നിങ്ങൾ ആമേൻ പറയും. റിവൈവൽ നടക്കണോ? റിവൈവൽ എത്ര പേർക്ക് കാണണം? കരയുന്ന കണ്ണുകൾ നിനക്കുണ്ടാകണം. ചർച്ചിനകത്ത് എനിക്ക് നിങ്ങൾക്ക് ആവേശം കൈവക്കാൻ, മറിച്ചിടാൻ. ഞാൻ ചോദിക്കുക, നിന്റെ വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു പിശക്കാരനോട് സുവിശേഷം പറയാം. നിങ്ങൾ ഈ ദൂത് പ്രതീക്ഷിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് കർത്താവിനെ ഏൽപ്പിച്ച ദൂത്. ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുക. തകർന്നു പോകുന്നതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ എന്നെ വിളിക്കും. അനുജനൊരു പ്രശ്നം ഉണ്ടായി വിളിക്കും. കാരണം ശുശ്രൂഷയുണ്ട്. എടാ, ശുശ്രൂഷ ഇല്ലാത്ത ഒരുത്തൻ വേദനിക്കുമ്പോ അവനെ തോളെ പിടിച്ച് മോനെ ഞാനുണ്ടടാ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ പട്ടണത്തില് തങ്കു ബ്രദർ പറഞ്ഞ ഒരു മീറ്റിംഗ് കഴിഞ്ഞ മാസം കൂടിയപ്പോ ഉണ്ടായിരുന്നല്ലേ? പറഞ്ഞു കേട്ടോ, എനിക്ക് നിന്നെ അറിഞ്ഞൂടാ, പക്ഷെ നിന്നെ കല്ലെറിയാൻ ഞാൻ സമ്മതിക്കത്തില്ല. തങ്കു ബ്രദർ പറഞ്ഞ നമ്മൾ ആ റേഞ്ച് ഉള്ളവരെ നമ്മൾ സംരക്ഷിക്കത്തുള്ളൂ. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് ആ മീറ്റിംഗിനകത്ത് പറഞ്ഞത്, ഒരുത്തനെ കല്ലെറിയുന്നത് കണ്ട ഞാൻ അവിടെ കയറി നിൽക്കും. രാത്രി അപ്പന്മാരിവിടെ എഴുന്നേൽക്കണം. ഒരു ഭയങ്കര ഗ്ലോറി ഇവിടെ വ്യാപരിക്കുന്നു. പട്ടിണി കിടക്കുന്നവന് അത് ഈ ദൈവ മനുഷ്യ അത് ചെയ്തു. ഞങ്ങളുടെ കൊല്ലത്തുള്ള ആളുകൾക്ക് വചനം മറന്നുപോയി കാണും. ഫുഡ് കൊണ്ട് കൊടുത്തു. എന്നെ ഒരു ദിവസം വിളിച്ചു, പക്ഷെ ഞാൻ സ്ഥലത്തില്ലാതായി. ഇതൊരു റിയാക്ഷനാണ്. ഞാൻ ചോദിക്കുക, ഒരു മാനസാന്തരത്തിന് അനുഭവം ഉണ്ടോ? എന്നെ നിർത്തിയാ ഞാൻ ചോദിക്കുന്നത്. കരയുന്നൊരു ഹൃദയം നിനക്കുണ്ടോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നിനക്കൊരു പ്രയാസമുണ്ടോ?
ടിജോ പാസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നേ വരെ ഇത് കൊതിച്ച ഒരാളെ പോ വേണ്ടി പ്രാർത്ഥിക്കും. കൈ നീട്ടി ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. മീറ്റിംഗിന് വന്ന ആളല്ലായിരിക്കും, ഒന്ന് പ്രാർത്ഥിച്ചു. ഓ പിടിച്ചു പിടിച്ചു പിടിച്ചു. ഓ കർത്താവേ, ഈ മനുഷ്യന്റെ എല്ലാ വേദനകളെയും സഭ ഒപ്പിയെടുക്കുക, സഭ ഒപ്പിയെടുക്കുക. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ, ഒരു വാക്കു നീ പറഞ്ഞ. ഇദ്ദേഹത്തെ ദൈവം തൊടണം. ഈ ടെന്നിനകത്തിരിക്കുന്ന എല്ലാവരും കര ഉയർത്തി പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ വീട്ടിൽ ഇപ്പോൾ അത്ഭുതം നടക്കണം. കർത്താവിനടുത്ത് പറയും, നിന്റെ കുടുംബത്തെ കർത്താവ് തൊടാൻ പോവാ, നിന്റെ കുടുംബത്തെ കർത്താവ് തൊടാൻ പോവാ. ചിതറിപ്പോയ ഒതുക്കിയ ദുരാത്മ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ഞാൻ ആക്ഷൻ ചെയ്യുക, അത് റിയാക്ഷനായി പുറത്തു വരട്ടെ. കര ഉയർത്തി ഒരു ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഈ ടെന്റ് ഗ്ലോറിയാൽ വ്യാപരിക്കുന്നു. മദ്യപാനത്തിന്റെ ആസക്തികൾ മാറട്ടെ. കാണാൻ നിൽക്കല്ലേ, കാണാൻ നിൽക്കല്ലേ, കാണാൻ നിൽക്കല്ലേ. ഓ കര ഉയർത്തി പിടിച്ചു. നിങ്ങൾക്കൊരു ആക്ഷൻ ചെയ്യാമോ? കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരു മീറ്റിംഗിനകത്ത് അവിടെ നിർത്തിക്കോ ദൈവം, അവിടെ ഇരുത്തിക്കോ മോനെ, കസാരയിട്ട് ഇരുത്തി കൊടുത്തു. പ്രാർത്ഥിക്കണം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരു മീറ്റിങ്ങിനകത്ത് 2 ബോക്സിന്റെ ഇടയിൽ തല വെച്ച് മണിക്കൂറുകൾ ഞാൻ കരഞ്ഞു. എനിക്ക് കടമില്ല, എനിക്ക് പ്രശ്നങ്ങളില്ല, എനിക്ക് എന്തിനാ ഞാൻ കരയുന്നത് അറിഞ്ഞൂടാ. കർത്താവിനോട് പറഞ്ഞു, ഒരു അപ്പനെ നിന്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ഇൻജക്ട് ചെയ്യുക. ഇന്ന് രാത്രി ഞാൻ പറയാം, അപ്പന്മാരുടെ ഹൃദയം ഇന്ന് രാത്രി വലിയ പ്രായം നിനക്കില്ല, പക്ഷെ നീ ഇന്ത്യക്കകത്ത് ഒരു ചലനം ഉണ്ടാക്കാൻ ദൈവം നിന്നെ വിളിക്കുക. ആരുടെ കണ്ണീരിനകത്ത് അത് ഞാൻ കാണുന്നു, ആരുടെയോ കണ്ണീരിനകത്ത് ഒരപ്പനെ ഞാൻ കാണുന്നു, ആരുടെയോ കണ്ണീരിനകത്ത് ഒരു റിവൈവൽ ഞാൻ കാണുകയാണ്. ഉയർത്തി ഒന്ന് പിടിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ, കുഞ്ഞാട്ടിൻ ഈ ഒരു മീറ്റിംഗിൽ ഇത് ചോദിക്കുന്നത് തെറ്റാണ്, പക്ഷെ ഇന്ന് രാത്രി ഒരു മാനസാന്തരം, ഇതൊരു ആക്ഷനാ, ഒരു മടങ്ങി വരവ്, ഒരു അനുതാപനം. എത്ര പേർക്കുണ്ട്? 4-5 പേരുണ്ടോ? ഓടിവാ, ഓടിവാ, അവിടെ നിൽക്കണ്ട, ഇങ്ങ് ഓടിവാ. ജീവിതം മാറി വിളിച്ചോണ്ട് ആരെങ്കിലും. അങ്ങേ ആരാധിപ്പാൻ മാത്രമായി വന്നിടുന്നു. ഇതുവിടെ ഞാനാകുന്നവനെ ആരാധിച്ചിടും. ഉയർത്തി അതിപരിശുദ്ധ സ്ഥലത്തിലെ പ്രവേശിക്കും കുഞ്ഞാട്ടിൻ ആരും നോക്കല്ല, കരം ഉയർത്തി ഒന്ന് പിടിച്ചോ. അങ്ങേ ആരാധിപ്പാൻ മാത്രമായി വന്നിടുന്നു. ഞാനാകുന്നവനെ ആരാധിച്ചു. ജീവിതഗതികൾ മാറി, അങ്ങേ ജീവിത രീതികൾ മാറി. ഞങ്ങളെ തൊടുക്കും. ഈ വേദനകളെല്ലാം നമ്മൾ ഒപ്പിയെടുക്കാൻ പോകും.
ഇവർ ഇതുവരെ അനുഭവിക്കുന്ന സകല രോഗശക്തികൾ, ശാപങ്ങൾ, മരണവ്യാപാരങ്ങൾ സഭ കൈ ഉയർത്തി അതിന് ഒപ്പിയെടുക്ക. കർത്താവ് ചലനെ തൊടുകയ. സൗഖ്യമാകട്ടെ. കർത്താവ് നിന്റെ ഉദരത്തെ തൊടുകയ. പ്രാർത്ഥിച്ച ഒരു ബോട്ടിൽ വെള്ളം കൊടുത്ത്, ഈ മീറ്റിംഗ് ഭയങ്കര ഗ്ലോറി വെള്ളത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം നാം ഷിഫ്റ്റ് ചെയ്യുക. എന്റെ ശുശ്രൂഷകളിൽ എനിക്ക് കഴിഞ്ഞ 2 വർഷമായുള്ള മാറ്റങ്ങൾ ഞാൻ പറയാം. അനാവശ്യമായി ഞാൻ ഒരാളുടെ തലയിൽ കൈവെക്കത്തില്ല. അനാവശ്യമായി ഒരാൾ മറിഞ്ഞു വീഴാൻ വേണ്ടി ഞാനൊന്നും ചെയ്യത്തില്ല. എന്നോട് പണങ്ങല്ലേ? അനാവശ്യമായി ദൂതില്ലെങ്കിൽ ഞാൻ പ്രവചിക്കാൻ നിൽക്കത്തില്ല. ഇന്ന് രാത്രി ഒരു തലമുറ റെഡിയായാൽ നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. കാരണം എന്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഒരു 30 വയസ്സിന് താകത്തുള്ള എല്ലാ ചെറുപ്പക്കാരും സഹോദരിമാരും ഇവിടെ, ബാക്കിയെല്ലാം വരണ്ട, അവിടെ നിന്നാ മതി. 30 വയസ്സിന് താഴെയുള്ള എൻ ശാപമെല്ലാം മാറും, എൻ ജീവിത രീതികൾ മാറും. എൻ ശാപമെല്ലാം മാറും, എൻ ജീവിത രീതികൾ മാറും. പുതുവഴിയായി പുതുജീവനായി എന്നെ നടത്തും. പുതുവഴിയായി പുതുജീവനായി എന്നെ നടത്തും. എൻ ശാപമെല്ലാം മാറും, എൻ ജീവിത രീതികൾ മാറും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ അടുത്ത് ചോദിക്കുക, എന്റെ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ 2.5 വർഷത്തെ ശുശ്രൂഷയും, കഴിഞ്ഞ 2.5 വർഷം, ഈ 2.5 വർഷം, ലാസ്റ്റ് 2.5 വർഷം കർത്താവ് എന്നെ തൊടാൻ ഉപയോഗിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ്. ഇതിനകത്ത് ആ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന എത്ര പേരുണ്ട്? കൈ ഉയർത്തി. ഇത്രയും പേരുണ്ട്. എന്റെ വിളി അതാണ്. നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒരു എത്തിക്സ് ഉണ്ടാകണം, ഒരു സ്നേഹം ഉണ്ടാകണം. പ്രാണനെ പോലെ കർത്താവിനെ സ്നേഹിക്കണം. ഒന്നും നിങ്ങളുടെ ലക്ഷ്യമാകരുത്. എത്രയോ മീറ്റിങ്ങിനകത്ത് ഞാൻ വേറൊന്നും കൊണ്ട് പറയാം, എന്നെക്കാൾ നിലവാരമില്ലാത്ത ഒരു മീറ്റിംഗാണ് ഞാൻ ഓഫറിങ് മേടിക്കത്തില്ല. അതുണ്ടായിട്ടല്ല. എത്രയോ ദിവസങ്ങളിൽ ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ലടിച്ചിട്ടാ വീട്ടിൽ വരുന്നത്. എനിക്കറിയാം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പണത്തോടുള്ള ആഗ്രഹങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അകത്തുനിന്ന് ബ്രേക്ക് ചെയ്യുക. വേദികളോടുള്ള ആഗ്രഹങ്ങളെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. ബൈബിളിന്റെ പ്രത്യേകത, നിങ്ങൾ എന്ത് കളയുന്നോ അത് നിങ്ങൾക്ക് കിട്ടും. എന്താ നിങ്ങൾ കളയാൻ ശ്രമിക്കുന്നത്, അത് നിങ്ങൾക്ക് കിട്ടും. കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒന്ന് കളയാൻ കരം ഉയർത്തി പിടിച്ച്. ഈ മീറ്റിംഗ് അനുഗ്രഹമാണെന്ന് ഞാൻ പറയുന്നത് ഇവിടുത്തെ സൗണ്ട് അല്ല. ലാർസൻ പാസ്റ്റർ, ഈ നിൽക്കുന്ന അടുത്തൊരു തലമുറയാണ്. വേണമെങ്കിൽ പിശാചെ കണ്ടോ, ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരികയാണ്. പ്രാർത്ഥിച്ചു. ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം കർത്താവ് നിങ്ങളെ തൊടും. എന്റെ വാക്ക് കേട്ടിട്ടല്ല. ജോസഫുമാർ എഴുന്നേൽക്കുന്നതിനകത്ത് ദാവീദുമാർ എഴുന്നേൽക്കും. ജീവിത രീതികൾ മാറും, ശാപമെല്ലാം മാറും. അവിടെ നിൽക്കുന്ന എത്ര അഭിഷക്തന്മാരുണ്ട്, കൈ കാണിച്ചോ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ആ ബാക്കിൽ നിന്നും കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. എത്ര ആന്റിമാരുണ്ട്, വന്നോ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
ചലിപ്പിക്കും, ഇത് ചലിപ്പിക്കും, ഇത് ചലിപ്പിക്കും, ഇത് ചലിപ്പിക്കും. എൻ ജീവിത രീതികൾ മാറും. ഓ പുതുവഴിയായി പുതുജീവനായി ഹാർട്ട് ഞാൻ ചിലതിന് കൈമാറാൻ പോവാ. യേശുവിന്റെ ഹൃദയം, ദേവദാസനെ, യേശുവിന്റെ ഹൃദയം, യേശുവിന്റെ ഹൃദയം. 60-ാമത്തെ വയസ്സിൽ കിട്ടേണ്ട പക്വതകൾ 80 വർഷം മിനിസ്ട്രി ചെയ്തിട്ട് കിട്ടാത്ത പക്വതകൾ ഇന്ന് രാത്രി ഒരു തലമുറയ്ക്ക് ദൈവാത്മാവ് കൈമാറുക. പ്രാപിക്കുക, പ്രാപിക്കുക, പ്രാപിക്കുക. മകളെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങളെ തൊടുകയോ? ഞാൻ കൈവെക്കുന്നില്ല, നിങ്ങളെ കർത്താവ് കൈവെക്കും. യേശുനാമത്തിൽ, ഒരു ആക്ഷനാ. ഇത്രയും 100 പിള്ളേര് ഇവിടെ കൈവെക്കുന്ന ഒരു ആക്ഷനാ. പരിശുദ്ധാത്മാവരെന്ന് പറയുന്നു, ഇന്ത്യയിൽ യുവാക്കളുടെ എഴുന്നേൽപ്പുകൾ, ഒരു കൂട്ടം യുവാക്കൾ യേശുവിന് വേണ്ടി എഴുന്നേൽക്കാൻ പോവാ. പ്രാപിക്കുക, 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 പ്രാപിക്കുക. യേശുനാമത്തിൽ, യേശുനാമത്തിൽ ഒരു തലമുറ എഴുന്നേറ്റ് വരും. സന്തോഷം, ഒരു തലമുറ എഴുന്നേറ്റ് വരും. വാലിനെ മുട്ടുവടക്കാത്ത ഒരു കൂട്ടം ഇവിടെ എഴുന്നേറ്റ് വരികയാണ്. അതിശയമാ എന്ന് നടത്തും ആ നാമത്തിൽ, യേശുനാമത്തിൽ, പ്രാർത്ഥിച്ചു. നാമത്തിൽ, യേശുനാമത്തിൽ, നാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ അനുഗ്രഹമാ അതിശയമാ. ഇതൊരു ക്യാമ്പ് നടത്തിയ എത്രയും പിള്ളേരെ കിട്ടത്തില്ല. അധികാരം, ഇതൊരു ക്യാമ്പ് നടത്തിയാൽ ഇത്രയും പിള്ളേരെ കിട്ടത്തില്ല. കോട്ടയത്ത് ഒരു തലമുറ എഴുന്നേറ്റ് വരും. ഒത്തിരി പോസ്റ്റർ ഒട്ടിച്ചതല്ലേ? കോട്ടയത്ത് ഒരു തലമുറ എഴുന്നേറ്റ് വരും. കർത്താവിനടുത്ത് പറഞ്ഞ 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് കോട്ടയം, 2 ഇടുക്കി. ഈ 2 ജില്ലകളെ കർത്താവ് ഇളക്കാൻ പോവുക, ഇളക്കാൻ പോവുക, ഇളക്കാൻ പോവുക, ഇളക്കാൻ പോവുക, ഇളക്കാൻ പോവുക, ഇളക്കാൻ പോവുക. ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ദൈവജനത ഇടുക്കിയിൽ ദൈവ അഭിഷേകം ചെയ്യാൻ